ഓക്കെ. സോ ഇന്നലെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റേഷ്യോസിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്തിനാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ റേഷ്യോ അനാലിസിസ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, 5 ടൈപ്സ് ഓഫ് റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട്. ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, ലീവറേജ് ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി ആൻഡ് ഏർണിംഗ്സ് കവറേജ് റേഷ്യോസ് ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റി റേഷ്യോസ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, മാർക്കറ്റ് റേഷ്യോസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. അതിനു മുന്നേ റേഷ്യോ അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ രണ്ട് റൂൾസ് ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്, ബാലൻസ് ഷീറ്റിലെ ഒരു ഐറ്റം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ആവറേജ് ബാലൻസ് ആയിരിക്കണം, ബാലൻസ് ഷീറ്റിൽ എൻഡിങ് ബാലൻസ് അല്ല എടുക്കേണ്ടത്. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഒരു ഐറ്റം നമ്മൾ എടുക്കുമ്പോൾ ആനലൈസ്ഡ് ഐറ്റം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെയിൽസ് ആണെങ്കിലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണെങ്കിലും ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും ഒരു വർഷത്തേക്കുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ആനലൈസ്ഡ് ആയിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ റേഷ്യോ അനാലിസിസ് നടത്തേണ്ടത്. എന്നാലേ അത് മീനിങ് ഫുൾ ആവുള്ളൂ, അത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ എന്താണ് ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലിക്വിഡിറ്റി റേഷ്യോസ് എന്താണെന്ന് മാത്രം ഡിസ്കസ് ചെയ്തു, ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ലിക്വിഡിറ്റി റേഷ്യോസ് എന്തിനാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു കമ്പനിക്ക് അവരുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനല്ലേ. ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് പറഞ്ഞാൽ കറന്റ് ലയബിലിറ്റീസ്, അതായത് ഷോർട്ട് ടേം ലോൺസ്, അക്കൗണ്ട്സ് പേയബിൾസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇതൊക്കെ പെട്ടെന്ന് വലിയ ഫിനാൻഷ്യൽ വലിയ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി വരാണ്ട് അവരുടേതായ ക്യാഷ് തന്നെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് അവരുടെ കറണ്ട് അസറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്യാഷും അക്കൗണ്ട് റിസീവബിളും ഇൻവെന്ററിയും അതൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് വീട്ടാനുള്ള ആ ഒരു എബിലിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. സോ ഒരു ഒരു ബാങ്ക് ഒരു കമ്പനിക്ക് ഷോർട്ട് ടേം ലോൺ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റേഴ്സ് അവർക്ക് സപ്ലൈസ് ക്രെഡിറ്റിന് സാധനം കൊടുക്കുമ്പോൾ, ഓക്കെ, സപ്ലൈസിന് ക്രെഡിറ്റിന് സാധനം കൊടുക്കുമ്പോഴൊക്കെ ആ ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി അത്യാവശ്യം നല്ലതായിരിക്കണം, എങ്കിലേ അവരുടെ ക്യാഷ് തിരിച്ചു കിട്ടുള്ളൂ. അല്ലെ? ഇത്ര ആലോചിച്ചാൽ മതി. നമ്മളോട് ഫ്രണ്ട് കാരണം ചോദിച്ചു, ഓക്കെ, നമ്മളെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കൊടുക്കണമെങ്കിൽ ആ ഫ്രണ്ടിന് നമുക്ക് ആ കൊടുത്ത പൈസ തിരിച്ചു തരാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണ്ടേ. ചുമ്മാ നമ്മൾ തോന്നിയ പോലെ ഫ്രണ്ട്സിന് കാശ് കൊടുക്കോ? ഇല്ല. സോ അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു ബാങ്കോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ എന്തെങ്കിലും ക്രെഡിറ്റിന് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് അത് റീപേ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായാലേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് അവർ ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു ക്രെഡിറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്താൻ പറ്റും. ഓക്കെ. സോ ഏതൊക്കെയാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ, 5 ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്. സിമ്പിൾ ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ഒന്നാമത്തേത് കറണ്ട് റേഷ്യോ, രണ്ടാമത്തത് ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, മൂന്നാമത്തത് ക്യാഷ് റേഷ്യോ, നാലാമത്തത് ക്യാഷ് ഫ്ലോ റേഷ്യോ, അഞ്ചാമത്തത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് രണ്ട് എക്സാമ്പിൾ ഒക്കെ വെച്ച് പഠിക്കും, 5 എണ്ണത്തിനെയും പഠിക്കും. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ. ഇന്നലെ ലിക്വിഡിറ്റി റേഷ്യോസിന് ഹെഡിങ് ചെയ്യുന്നില്ലേ, ലിസ്റ്റും ചെയ്തല്ലേ, 1 2 3 5 ലിസ്റ്റ് ചെയ്തല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്യേണ്ട, അങ്ങനെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കറണ്ട് റേഷ്യോ എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. കറണ്ട് റേഷ്യോ. ഞാൻ ആദ്യം ഒരു പോയിന്റ് ചെയ്താൽ നോട്ടിലേക്ക് എഴുതിക്കോ, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദി കറണ്ട് റേഷ്യോ the current ratio is the most commonly current ratio is the most commonly used. സോറി സർ, കുറച്ച് ലിമിറ്റ് ആയി. ആ കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. ലിക്വിഡിറ്റി റേഷ്യോസ് ഇതാണോ ഇതാണോ ആദ്യം എഴുതേണ്ടത്? അല്ലേ? അല്ല, നമ്മൾ ഇന്നലെ ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി റേഷ്യോസ് എന്താന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് ഇത്ര എണ്ണമാണ് ലിക്വിഡിറ്റി റേഷ്യോസ് ഉള്ളത് പറഞ്ഞു. 5 ലിക്വിഡിറ്റി റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട്: കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്യാഷ് റേഷ്യോ, ക്യാഷ് ഫ്ലോ റേഷ്യോ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. സോ അതിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള കറണ്ട് റേഷ്യോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ കറണ്ട് റേഷ്യോ ഒന്ന് ഹെഡിങ് ചെയ്താൽ, എന്നിട്ട് ഞാൻ ഇതിനെ നോട്ട് ചെയ്യുക. Current ratio is the most commonly used measure of short-term liquidity. Short-term liquidity as it relates current assets to the
current assets to the claims of short-term creditors. ഓക്കെ, നമ്മുടെ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ബികോമിലൊക്കെ പഠിക്കുന്നുണ്ട്. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ കമ്പനിയുടെ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. ഓക്കെ, കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. ഓക്കെ, ഇനി അടിയിലൊരു പോയിന്റ് കൂടി ഞാൻ എഴുതാം. ദി സ്റ്റാൻഡേർഡ് ഫോർ the current ratio is 2:1. A lower ratio indicates a possible liquidity problem. Current ratio is the most commonly used measure of short-term liquidity. ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെഷറാണ് കറണ്ട് റേഷ്യോ, ആസ് ഇറ്റ് റിലേറ്റ്സ് ടു ദ കറണ്ട് അസറ്റ് ടു ദ ക്ലെയിംസ് ഓഫ് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മളെ കമ്പനിയുടെ എത്രയാണോ നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് വീട്ടാൻ ആ കറണ്ട് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് ഉണ്ട് നമ്മളെ കറണ്ട് അസറ്റ്സ്. ഓക്കെ, ഇത്രേ കറണ്ട് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് കറണ്ട് റേഷ്യോ. സോ ദി സ്റ്റാൻഡേർഡ് ഫോർ ദി കറണ്ട് റേഷ്യോ ഈസ് 2:1. അതായത് 2:1 എന്ന് പറഞ്ഞാൽ 2/1 എന്നാണ് അർത്ഥം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിക്ക് 1 lakh ആണ് കറണ്ട് ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 lakh എങ്കിലും നമുക്ക് കറണ്ട് അസറ്റ് ആയിട്ട് ക്യാഷോ ഇൻവെന്ററിയോ അക്കൗണ്ട് റിസീവബിളോ ഉണ്ടെങ്കിൽ ആ കമ്പനിന്റെ ലിക്വിഡിറ്റി ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ 2:1 എന്ന് പറഞ്ഞാൽ ഇതാ കറണ്ട് ലയബിലിറ്റീസിനെക്കാട്ടും 2 മടങ്ങ് കറണ്ട് അസറ്റ് ഉണ്ടായാൽ ആ കമ്പനിയുടെ ലിക്വിഡിറ്റി അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ 2 lakhs യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് അവർക്ക് ഈ 1 lakhന്റെ കറണ്ട് ലയബിലിറ്റീസ് തിരിച്ചു വിട്ടാൻ പറ്റും. ഓക്കെ, ഈ 2 lakhൽ ക്യാഷ് ഉണ്ടാവും, അക്കൗണ്ട് റിസീവബിൾ ഉണ്ടാവും, ഇൻവെന്ററി ഉണ്ടാവും. ഓക്കെ, ഓരോന്നിന്റെയും ലിക്വിഡിറ്റി ഡിഫറെന്റ് ആണ്. ഓക്കെ, ക്യാഷ് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് കറണ്ട് ലയബിലിറ്റീസ് വിട്ടാൻ പറ്റും. അക്കൗണ്ട് റിസീവബിൾ യൂസ് ചെയ്തിട്ട് കറണ്ട് ലയബിലിറ്റി വിട്ടണമെങ്കിൽ കടം വാങ്ങിയ ആൾക്കാർ പൈസ തിരിച്ചു തരണം. ഇനി ഇൻവെന്ററി യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇൻവെന്ററി വിറ്റിട്ട് ക്യാഷ് ആണോ. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ലിക്വിഡേറ്റ് ചെയ്യാം. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് അവരുടെ കമ്പനിയുള്ള ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞപ്പോൾ 1 lakh ആണ് കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് വീട്ടാൻ അറ്റ്ലീസ്റ്റ് അതിന്റെ ഡബിൾ ആയിട്ടുള്ള ആ ഒരു എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് ആ കമ്പനിയിൽ വേണം. അതാണ് കണക്ക്. ഓക്കെ, സോ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ 2 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 2 ആണെങ്കിൽ അല്ലെങ്കിൽ 2-നേക്കാൾ മുകളിലാണെങ്കിൽ ആ കമ്പനിയുടെ ലിക്വിഡിറ്റി നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ എ ലോവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എ പോസിബിൾ ലിക്വിഡിറ്റി പ്രോബ്ലം. ഇനി ഇത് കുറഞ്ഞാലോ,
ഓക്കെ, കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസറ്റ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞത് 1 ആണ്. എപ്പോഴാണ് 1 ആവുക? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഈക്വൽ ആകുമ്പോഴാണ്. ഇതാ കറണ്ട് അസറ്റ് 1 lakh, കറണ്ട് ലയബിലിറ്റീസും 1 lakh. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 1 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ലിക്വിഡിറ്റിന്റെ ഇഷ്യൂ ഉണ്ടാകും. ഓക്കെ, പെട്ടെന്ന് ഈ കറണ്ട് ലയബിലിറ്റീസ് എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടേണ്ട അല്ലെങ്കിൽ തിരിച്ചടക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ കമ്പനിക്ക് ചെറിയൊരു ലിക്വിഡിറ്റിന്റെ ഇഷ്യൂ വരും. ഓക്കെ, മേ ബി ഈ കംപ്ലീറ്റ് കറണ്ട് അസറ്റ് മേ ബി ക്യാഷ് ആയിട്ട് ഉണ്ടാവില്ല, കുറച്ച് അക്കൗണ്ട് റിസീവബിൾ ആയിരിക്കും, കുറച്ച് ഇൻവെന്ററി ആയിരിക്കും. ഓക്കെ, സോ ഈ കറണ്ട് അസറ്റ് യൂസ് ചെയ്തിട്ട് ഈ 1 lakh കറണ്ട് അസറ്റ് യൂസ് ചെയ്തിട്ട് ഈ 1 lakh കറണ്ട് ലയബിലിറ്റി വീട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും? വല്ല എക്സ്ട്രാ ചെറിയ ഷോർട്ട് ടേം ലോൺ എന്തെങ്കിലും അതിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, സോ കറണ്ട് ലയബിലിറ്റിയെക്കാട്ടും ഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് കറണ്ട് അസറ്റിൽ ഉണ്ടെങ്കിൽ കമ്പനിയുടെ ലിക്വിഡിറ്റി ഹെൽത്തി ആണ്, ഓക്കെ ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇതാണ് കറണ്ട് റേഷ്യോയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടില്ലേ ഈ ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടില്ലേ? സോ കറണ്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. നമ്മൾ ഈ റേഷ്യോയിലെ ഓരോ റേഷ്യോസും പഠിക്കുമ്പോൾ ഫസ്റ്റ് അത് എന്താണെന്ന് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഒരു കമ്പനിയുടെ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. അതായത് കറണ്ട് ലയബിലിറ്റിയുടെ എത്ര ടൈംസ് ആണ് ആ കമ്പനിയുടെ കറണ്ട് അസറ്റ് ഉള്ളത്. ഓക്കെ, കറണ്ട് ലയബിലിറ്റിയുടെ ഒരു 2 ടൈംസ് എങ്കിലും, 2 ഇരട്ടിയെങ്കിലും കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ലിക്വിഡിറ്റി ഓക്കെ ആണെന്നാണ് കറണ്ട് റേഷ്യോ പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ ടോട്ടൽ കറണ്ട് അസറ്റ്, എന്നുള്ളത് 10,000 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി 4,000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ ആണ്. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, കറണ്ട് അസറ്റ് 10,000 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 4,000. അങ്ങനെയാണെങ്കിൽ കറണ്ട് റേഷ്യോ എന്നുള്ളത് 2.5 ആണ് അല്ലെ? 2-നേക്കാൾ ഗ്രേറ്റർ ആണ്. ആ കമ്പനിയുടെ ലിക്വിഡിറ്റി ഓക്കെ ആണെന്നാണ് കറണ്ട് റേഷ്യോ പ്രകാരം പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ കറണ്ട് റേഷ്യോ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റീസ് എത്ര നമുക്കറിയാം. അപ്പൊ ഇത് രണ്ടും അറിയുമെങ്കിൽ നമുക്ക് കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഈ കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കറണ്ട് അസറ്റിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് കറണ്ട് റേഷ്യോ നമുക്ക് ഷോർട്ട് ആക്കി ചെയ്താൽ മതി. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനോ? ഈ കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ കറണ്ട് റേഷ്യോനെ ഈ കറണ്ട് ലയബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. കറണ്ട് അസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. ഇനി നമുക്ക് കറണ്ട് അസറ്റ് എത്രയാണെന്ന് അറിയാം. ഓക്കെ, നിങ്ങളിപ്പോ എഴുതണമെന്നില്ല, കുറച്ച് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ സമയം തരാം. നമുക്ക് കറണ്ട് അസറ്റ് എത്രയാണെന്ന് അറിയാം, കറണ്ട് റേഷ്യോ എത്രയാണെന്ന് അറിയാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കറണ്ട് ലയബിലിറ്റിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറണ്ട് റേഷ്യോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ലയബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് റേഷ്യോ ചെയ്താൽ മതി. ഓക്കെ, സോ ഒരു റേഷ്യോയിൽ നിന്നും മറ്റുള്ള റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനും നേരെ തിരിച്ചു വരാൻ നമുക്ക് പറ്റണം. ഓക്കെ, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. സോ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. അതുപോലെ തന്നെ കറണ്ട് റേഷ്യോ നമ്മൾ എടുത്തിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ മതി.
ഇനി കറണ്ട് അസറ്റ് നമുക്കറിയാം, കറണ്ട് റേഷ്യോ നമുക്കറിയാം, കറണ്ട് ലാബിലിറ്റി നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താ, കറണ്ട് ലാബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റി ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. നിങ്ങളൊന്ന് എഴുതിക്ക്, ഈ എക്സാമ്പിൾ ഒന്ന് എഴുതിക്ക്. നമ്മൾ ആദ്യം ബേസിക് ആയിട്ടാണ് പഠിക്കുന്നത്, എന്താണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്താണ് അതിന്റെ ഇക്വേഷൻ, ഒന്ന് രണ്ട് ചെറിയ ചെറിയ എക്സാമ്പിൾസ്. അങ്ങനെ അഞ്ച് ലിക്വിഡിറ്റി റേഷ്യോസും കവർ ചെയ്തിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. ഇതാ, നമുക്ക് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. ഇതാ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് കറണ്ട് അസറ്റ് 10,000 ആണ്, ഡിവൈഡഡ് ബൈ 4,000. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2.5 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആണ്. ഇനി നമുക്ക് കറണ്ട് അസറ്റ് അറിയില്ല, പക്ഷെ നമുക്ക് കറണ്ട് റേഷ്യോ അറിയാം, കറണ്ട് ലയബിലിറ്റി അറിയാം. ഇതാ, കറണ്ട് റേഷ്യോ 2.5 ആണ്, 2.5 ആണ്. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി 4,000 ആണെന്ന് പറയാം, നമുക്കറിയാം. സോ ദാ, ഈ കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി 2.5 ഇൻറ്റു 4,000 ചെയ്താൽ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടും 10,000. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് അറിയില്ല, പക്ഷെ കറണ്ട് അസറ്റ് 10,000 ആണെന്ന് അറിയാം, കറണ്ട് റേഷ്യോ 2.5 ആണെന്ന് അറിയാം. സോ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 10,000 ആണ് കറണ്ട് അസറ്റ്, ഡിവൈഡഡ് ബൈ കറണ്ട് റേഷ്യോ 2.5 ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റി നമുക്ക് കിട്ടി 4,000. ഓക്കെ, ഈ ഇക്വേഷൻ വർക്ക് ആവണില്ല, നേരെ തരം തിരിച്ചില്ല. ഓക്കെ, നമുക്ക് കറണ്ട് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി യൂസ് ചെയ്താൽ മതി. ഇനി ഇത് ഏതെങ്കിലും തരാണ്ട് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, സോ നിങ്ങൾ ഈ എക്സാമ്പിൾ എഴുതുമ്പോൾ ഈ ഒരു രീതിയിലും കൂടെ എഴുതാം. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ എക്സാമ്പിൾ കൂടി എഴുതാം. ഇത് ആരാ? നൂശ്ര? ആ കഴിഞ്ഞു സർ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ്, അതിന്റെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനി എക്സ്ട്രീം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എല്ലാ ലിക്വിഡിറ്റി റേഷ്യോസും ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, സുവിധ ഇതായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ ഒന്ന് രണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. കറണ്ട് അസറ്റ് 7,000 ആണ്. നിങ്ങൾ ഇക്വേഷൻ ചെയ്താൽ മതി. കറണ്ട് ലയബിലിറ്റി 2,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻ കറണ്ട് റേഷ്യോ. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി പോവാം. ഒരു 3 ചെറിയ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ അതിന് കൂടുതൽ ആൻസർ എഴുതിക്കോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട് 5,000 ആണ്. കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻ കറണ്ട് അസറ്റ്. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് രണ്ട് ചെയ്തിട്ട് തേർഡിലേക്ക് പോയാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ക്യാഷ് 4,000 ആണ്. അക്കൗണ്ട്സ് പേയബിൾ 2,000 ആണ്. അക്കൗണ്ട്സ് റിസീവബിൾ 5,000 ആണ്.
ഇൻവെന്ററി ഇൻവെന്ററി 6000. ഷോർട്ട് ടേം ലോൺ 3000 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻ കറണ്ട് റേഷ്യോ. 3 ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ആ ഇക്വേഷൻ നമ്മളിപ്പോൾ 3 ഇക്വേഷൻ പഠിച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചെറിയ ക്വസ്റ്റ്യൻസ്. കിട്ടിയായിരുന്നോ? 3 കിട്ടിയായിരുന്നോ? ഓക്കെ. യെസ് അങ്ങനെയാണെങ്കിൽ സർ. മൂശ്ര കിട്ടി. ആ കിട്ടി സർ. അങ്ങനെ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻ കറണ്ട് റേഷ്യോ. നമുക്ക് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ്. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എവിടെയുണ്ട്? കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി അല്ലെ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 7000 ആണ് ഇവിടെ കൊടുത്തത്, ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 2000 ആണ്. അങ്ങനെയാണെങ്കിൽ 3.5 ആണ് നമ്മുടെ കറണ്ട് റേഷ്യോ. ഓക്കെ, ഇതാണ് നമ്മുടെ കറണ്ട് റേഷ്യോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്ക് കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്, കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് ആണ് കറണ്ട് അസറ്റ് എന്ന് അല്ലെ. ഇതാ കറണ്ട് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് ആണ് കറണ്ട് അസറ്റ് എന്നാണ് കറണ്ട് റേഷ്യോ പറയുന്നത്. കറണ്ട് ലയബിലിറ്റി 4 ടൈംസ് ആണ്, അഥവാ 20,000 അല്ലെ. കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് റേഷ്യോ ഇൻറ്റു കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. കറണ്ട് റേഷ്യോ 4 ആണ്, ഇൻറ്റു കറണ്ട് ലയബിലിറ്റി 5000 ആണെങ്കിൽ ഇതാ കറണ്ട് അസറ്റ് എന്നുള്ളത് 20,000. ഇപ്പം കറക്റ്റ് ആയി. കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് കറണ്ട് റേഷ്യോ 4 കിട്ടും. ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി തന്നിട്ടില്ല. ആദ്യം നമുക്ക് കറണ്ട് അസറ്റ് കറണ്ട് റേഷ്യോ ആണ് കാണേണ്ടത്. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അത് നമുക്ക് കറണ്ട് അസറ്റ് എന്തൊക്കെയാന്ന് നോക്കാം. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ പ്ലസ് ഇൻവെന്ററി. ഈ 3 ഐറ്റംസ് ആണ് കറണ്ട് അസറ്റിൽ വരുന്നത്. ക്യാഷ് എന്ന് പറഞ്ഞാൽ 4000 ആണ്, അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ 5000 ആണ്, അതുപോലെ തന്നെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 6000 ആണ്. ഓക്കെ, സോ 6000 പ്ലസ് 4000 10 പ്ലസ് 5 15,000 ആണ് നമ്മുടെ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് 15,000 ആണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് പേയബിൾ ഉണ്ട്, ഷോർട്ട് ടേം ലോൺ ഉണ്ട്. അക്കൗണ്ട്സ് പേയബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോൺ ഉണ്ട്. ഷോർട്ട് ടേം ലോൺ അതായത് 2000 പ്ലസ് 3000. അതായത് നമ്മുടെ കറണ്ട് ലയബിലിറ്റി എന്നുള്ളത് 5000 ആണ് ഇവിടെ കിട്ടി. സോ നമുക്ക് കറണ്ട് അസറ്റ് കിട്ടി 15,000, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി കിട്ടി 5000. ഇനി കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 15,000 ഡിവൈഡ് ബൈ 5,000. അതായത് കറണ്ട് റേഷ്യോ ആയിട്ട് നമുക്ക് 3 ആണ് കിട്ടുക അല്ലെ. സിമ്പിൾ അല്ലേ? ഇത് വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനൊന്നും ഡയറക്റ്റ് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഇതിലും അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ 5 റേഷ്യോസും ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകും. സോ ഇതിപ്പോ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ കറണ്ട് റേഷ്യോ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിന് എത്ര ടൈംസ് ആണ് നമ്മുടെ കറണ്ട് അസറ്റ്സ് ഉള്ളത്? ഓക്കെ, മിനിമം ഒരു 2 ഒക്കെ വേണമെന്നാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ക്. ഓക്കെ, ഇനി കറണ്ട് റേഷ്യോ ഒരു 6 ആണെങ്കിലോ? നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ആലോചിക്കേ, നമുക്ക് കറണ്ട് ലയബിലിറ്റീസിന്റെ 2 ഇരട്ടിയെങ്കിലും കറണ്ട് അസറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ കമ്പനി ലിക്വിഡിറ്റി. പക്ഷെ ഒരുപാട് എമൗണ്ട് നമ്മൾ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അപ്പൊ എന്താ അവസ്ഥ നോക്കും?
കറന്റ് ലാബിലിറ്റി 1 lakh ആണ്. 1 lakhന്റെ കറന്റ് ലാബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. നമുക്ക് അക്കൗണ്ട്സ് പേയബിളും ഷോർട്ട് ടേം ലോൺസ് ഒക്കെ ആയിട്ട് ഒരു 1 lakhന് കറന്റ് ലാബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കറന്റ് അസറ്റിൽ ഒരു 6 lakh ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറന്റ് അസറ്റ് എത്ര പോകും? കറന്റ് അസറ്റ് അല്ല, കറന്റ് റേഷ്യോ എത്ര പോകും? 6 അല്ലേ? 6 ആണ്. അപ്പൊ ഈ 6 നല്ലതാണോ? നല്ലതല്ല. കാരണം എന്താ വെച്ചാല് നമുക്ക് ടൂവിനെക്കാട്ടിയും വലുതല്ലേ 6, അപ്പൊ നല്ലതല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ കറന്റ് ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കറന്റ് അസറ്റ്സ് മാത്രം നമുക്ക് മതി. ഓക്കെ, നമ്മൾ കറന്റ് അസറ്റിൽ നമ്മളെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കറന്റ് അസറ്റിൽ എന്തൊക്കെ ഐറ്റംസ് വരാം? ക്യാഷ്, ഓക്കെ, അക്കൗണ്ട്സ് റിസീവബിൾ, അതുപോലെ തന്നെ ഇൻവെന്ററി. ഓക്കെ, ഈ ഐറ്റംസിലൊക്കെ നമ്മൾ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ വെറുതെ നമ്മുടെ ബിസിനസ്സിൽ കുറെ ക്യാഷ് വെറുതെ കൈമിലും കുറെ ബാങ്കിലും വെച്ചിരുന്ന കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആ പൈസ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ അസറ്റിനെ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, എന്നാലേ കാര്യമുള്ളൂ. നമ്മുടെ കറന്റ് ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ഒരു നിശ്ചിത എമൗണ്ട് ആയിട്ട് നമ്മുടെ കറന്റ് അസറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷെ ഒരുപാട് കറന്റ് അസറ്റിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് അവിടെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ കിടക്കും. പക്ഷെ അത് ഒരുപാട് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ 1 lakhന്റെ 6 ടൈംസ് കറണ്ട് അസറ്റ് ഉണ്ടായിട്ട് വെറുതെ കാര്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇതാ, ഈ 6 lakhല് ഒരു ക്യാഷ് ഒരു 2 lakh, അതുപോലെ തന്നെ അക്കൗണ്ട് റിസീവബിൾ ഒരു 1 lakh, ഇൻവെന്ററി ഒരു 3 lakh. ഓക്കെ, ഇതിൽ വെറുതെ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ കറന്റ് ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷും ഇൻവെന്ററി ഒക്കെ മാത്രം മതി. ഇൻവെന്ററിയിൽ ഇപ്പൊ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് നഷ്ടമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സപ്ലൈസിന്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇൻവെന്ററി ഇല്ലാണ്ടാവരുത്. ഷോർട്ട് ഓഫ് ഇൻവെന്ററി ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. അതിങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകണം. ഒരുപാട് ഇൻവെന്ററി നമ്മൾ വെയർ ഹൗസിൽ കെട്ടിക്കിടന്നിട്ട് എന്താ കാര്യം? ഓക്കെ, അതിന് ഇൻഷുറൻസ് പേ ചെയ്യണം, അതിന് സെക്യൂരിറ്റിന് വെക്കണം, ഇൻവെന്ററി നോക്കാനുള്ള. ഓക്കെ, അതിന് ഇൻവെന്ററിന്റെ ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് കോസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, ഇൻവെന്ററി തെഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഇൻവെന്ററിക്ക് ഫയർ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് റിസ്കുകൾ ഉണ്ട്. സോ നമ്മളെ കറന്റ് ലയബിലിറ്റീസ് വീട്ടാനുള്ള ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ കറന്റ് അസറ്റിൽ കീപ്പ് ചെയ്താൽ മതി. അതിന് പകരം നമ്മൾ ഒരുപാട് എമൗണ്ട് കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 5 ലക്ഷം വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ആ ക്യാപിറ്റല്, നമ്മുടെ ഈ ഒരു അസറ്റിനെ, നമ്മളെ കറന്റ് അസറ്റും നോൺ കറന്റ് അസറ്റും ആണ് നമ്മുടെ ടോട്ടൽ അസറ്റ് അല്ലെ. നമ്മൾ ഈ ടോട്ടൽ അസറ്റ് ഒക്കെ നമ്മൾ ഒന്നാ റേസ് ചെയ്തത് നമ്മൾ ഒന്നെങ്കിൽ ലയബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെ. ഒന്നെങ്കിൽ ലയബിലിറ്റിന്നോ അല്ലെങ്കിൽ ക്യാപിറ്റലിലൂടെയാണ് നമ്മൾ ഈ എമൗണ്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. ഈ 6 lakh നമ്മൾ ലയബിലിറ്റീസിനോ അല്ലെങ്കിൽ ഇക്വിറ്റിന്നോ റേസ് ചെയ്തുള്ളത്, അതിനൊക്കെ നമുക്ക് ചെലവുണ്ട്. നമ്മൾ ലയബിലിറ്റി ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട്, ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ ഇക്വിറ്റിക്ക് ഡിവിഡൻഡ് കൊടുക്കാണ്ട്. സോ നമ്മൾ ഈ ക്യാഷ് വെറുതെ കറന്റ് അസറ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ആ അസറ്റ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഒരു കറന്റ് ലയബിലിറ്റീസ് റീപേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എക്സ്ട്രാ പുറത്തുനിന്ന് ഒരു ലോൺ എടുക്കാണ്ട് തന്നെ നമ്മുടെ കറന്റ് അസറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് വീട്ടാൻ സാധിക്കും. പക്ഷെ ഒരുപാട് കറന്റ് അസറ്റ് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് എഫക്റ്റീവ് ആയിട്ട് ആ ഒരു അസറ്റിനെ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകും. നമുക്ക് ഈ ക്യാഷ് കൊണ്ട് പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ പുതിയൊരു മെഷീനറി മേടിക്കാം അല്ലെ, അല്ലെങ്കിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാം, എന്നിട്ട് പുതിയ സെയിൽസ് ഉണ്ടാക്കാം. അങ്ങനത്തെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ അസറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ കുറച്ച് എമൗണ്ട്സ് നമ്മുടെ കറന്റ് അസറ്റ് ആയിട്ട് വേണം. പക്ഷെ നമുക്ക് ഇതാ 2 ആണ് ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള കറന്റ് റേഷ്യോ. പക്ഷെ 6 ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കമ്പനിക്ക് ബെറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. കമ്പനിക്ക് സേഫ് ആണ്, കമ്പനി വളരെ സേഫ്റ്റി എന്നുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ കമ്പനി അവരുടെ അസറ്റ്സ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പൊ കുറെ കറന്റ് അസറ്റ് കറന്റ് റേഷ്യോ ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു ആവശ്യത്തിനുള്ള കറന്റ് റേഷ്യോ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ കറന്റ് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി അതിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ ആണ് ക്യുക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്യുക്ക് റേഷ്യോ എന്നാണ് ഏറ്റവും കൂടുതൽ പേര് കേൾക്കുക. ആസിഡ് റേഷ്യോ എന്നുള്ള വേറൊരു പേരാണ്, ചിലപ്പോൾ ഈ പേരിലും ക്വസ്റ്റ്യനിൽ വരാം. ഓക്കെ, ക്യുക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറന്റ് റേഷ്യോനെക്കാട്ടും കുറച്ചും കൂടി കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഹെഡിങ് ചെയ്തുകോ. സെക്കൻഡ് ഇട്ടിട്ട് ക്യുക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്യുക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഞാൻ ആദ്യം പോയിന്റ് ചെയ്താ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്യുക്ക് റേഷ്യോ also called the acid test ratio
is a more conservative version of current ratio. The quick ratio measures the firm's ability to pay its short-term debts using its most liquid asset. Quick ratio or asset-based ratio is a more conservative version of current ratio. The quick ratio measures the firm's ability to pay its short-term debts using its most liquid assets. ഈ അവസാനം ഇതിൽ പോയിന്റ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. The quick ratio measures the firm's ability to pay its short-term debt, current liabilities ആണ് ഉദ്ദേശിച്ചത്, using the most liquid assets. ഇതായിരുന്നു. ഇനി അതിന്റെ ഇക്വേഷൻ എഴുതുന്നതിന് മുന്നേ എന്താണ് ഈ ക്വിക്ക് റേഷ്യോനോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സോ നമ്മൾ കറണ്ട് റേഷ്യോയിൽ നമ്മൾ നോക്കിയത് നമ്മുടെ കറണ്ട് അസറ്റ്സ് യൂസ് ചെയ്തിട്ട് കറണ്ട് ലയബിലിറ്റീസ് വീട്ടാനുള്ള ആ ഒരു എബിലിറ്റി അല്ലെ, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് നമ്മളെ കറണ്ട് അസറ്റിൽ ഉണ്ട്. പക്ഷെ ഈ കറണ്ട് അസറ്റിൽ ഉള്ളത് എല്ലാത്തിനും ഭയങ്കര ലിക്വിഡിറ്റി ഇല്ല. ഓക്കെ, അതിൽ ലിക്വിഡിറ്റി കൂടുതൽ ഇതാ മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് കുറച്ചുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യാഷ് മൂന്നായിട്ടാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള കറണ്ട് അസറ്റ്സ് എന്നാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ പറയുന്നത്. ഓക്കെ, ക്യാഷ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കമ്പനീസിന്റെ ഷെയറൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിറ്റിട്ട് ക്യാഷ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ, ഈ മൂന്ന് ഐറ്റത്തിനാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ കറണ്ട് അസറ്റിന് പകരം ക്വിക്ക് അസറ്റ്സ്. ഓക്കെ, നമ്മളെ കറണ്ട് അസറ്റ്സിൽ തന്നെ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റ്സുകളാണ് ഈ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും അക്കൗണ്ട് റിസീവബിൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും അക്കൗണ്ട് റിസീവബിൾ ലിക്വിഡിറ്റി അത്ര ഉണ്ടോ, അതായത് നമ്മൾ കടത്തിന് കൊടുത്ത ആൾക്കാരെ തിരിച്ചു തരണം, അത് ശരിയാണ്. പക്ഷെ ഇതിനെക്കാട്ടും കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട് റിസീവബിൾ ഇല്ലാതെ ഒരു ക്യാഷ് റേഷ്യോ എന്നുള്ള റേഷ്യോ നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ആ ലിക്വിഡിറ്റിന്റെ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോവാണ്. സോ ഇതിൽ നമ്മൾ ഒഴിവാക്കിയത് എന്താ, മെയിൻ ആയിട്ട് ഒഴിവാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഇപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആവുന്നില്ല നമ്മൾ നോക്കുന്നത്. മെയിൻ ആയിട്ട് ഒഴിവാക്കിയ എമൗണ്ട് ഏതാ, മെയിൻ ആയിട്ട് ഇപ്പൊ എന്താ നമ്മൾ കറണ്ട് അസറ്റിൽ നിന്നും ക്വിക്ക് അസറ്റിൽ നിന്നും ഒഴിവാക്കിയത്, അതായത് കറണ്ട് അസറ്റിൽ ഉണ്ട് ക്വിക്ക് അസറ്റിൽ ഇല്ല. ഇൻവെന്ററി അല്ലെ, ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു കറണ്ട് അസറ്റ് ആണ്. പക്ഷെ അതിന് കുറച്ച് ലിക്വിഡിറ്റി കമ്പാരിറ്റീവ്ലി ഈ ക്വിക്ക് അസറ്റ് ആയിട്ട് കമ്പാരിറ്റീവ് ലിക്വിഡിറ്റി കുറവാണ് അല്ലെ. ഇൻവെന്ററി ക്യാഷ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ അതിനൊരു കസ്റ്റമറെ കണ്ടെത്തി അവർക്ക് അത് സെല്ല് ചെയ്ത് അവരിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യണം അല്ലെ. ഇനി ഇൻവെന്ററി ഒബ്സല്യൂട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ, ഇൻവെന്ററി കേട് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെന്ററിക്ക് തെഫ്റ്റ് വരാൻ സംഭവിക്കാം, ഇൻവെന്ററിക്ക് ഫയർ സംഭവിക്കാം അല്ലെ. അങ്ങനെ ഇൻവെന്ററിക്ക് ഒരുപാട് ക്യാരിങ് കോസ്റ്റ് വരാം, ഇൻവെന്ററി എന്താവാം ഔട്ട്ഡേറ്റഡ് ആവാം അല്ലെ, എക്സ്പയറി ഡേറ്റ് കഴിയാം, അങ്ങനത്തെ ഒരുപാട് റിസ്കുകൾ ഇൻവെന്ററിക്ക്. സോ കമ്പാരിറ്റീവ്ലി ടു ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ, ഇൻവെന്ററിക്ക് കുറച്ച് ലിക്വിഡിറ്റി കുറവാണ്. ഓക്കെ ഓക്കെ സോ നമ്മൾ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ബേസ് റേഷ്യോയിൽ എന്താ നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് ആണ് നമുക്ക് ക്വിക്ക് അസറ്റ് നമ്മൾ കമ്പനി ഹോൾഡ് ചെയ്യുന്നത്. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റ്, ആ അസറ്റിന്റെ പേരാണ് ക്വിക്ക് അസറ്റ്. ഏറ്റവും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാവുന്ന അസറ്റ്സ്, അതിൽ മൂന്ന് ഐറ്റം ആണ് വരുന്നത്: ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ. ക്യാഷ് പ്ലസ് MS പ്ലസ് AR എന്നുള്ള ആ ഒരു പേര് നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പീഡ് കൂടി വരും. സോ ഞാൻ ഇപ്പോഴും ഇക്വേഷൻ എഴുതിയിട്ടില്ല, ഞാൻ ഇക്വേഷൻ എഴുതാം.
ഓക്കെ, എങ്ങനെയാണ് ഈ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ക്യുക്ക് റേഷ്യോ, വേറൊരു പേരും കൂടി ഉണ്ട്, ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ശ്രദ്ധിച്ചോ, cash and cash equivalence. ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന് ഇക്വലന്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ചെക്ക് ആവാം, ഓക്കെ, കറൻസി, കോയിൻസ്, അങ്ങനെ എന്തോ ആവാം. സോ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, cash and cash equivalents, marketable securities, plus net accounts receivable. Cash plus cash or cash equivalents plus marketable securities plus net accounts receivable divided by current liability. Divided by current liability. കമ്പാരിറ്റീവ്ലി ടു കറണ്ട് അസറ്റ്, നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന്, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന അസറ്റ്സ്, അതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ ക്വിക്ക് അസറ്റ്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്വിക്ക് അസറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് വീട്ടാനുള്ള ആ ഒരു എബിലിറ്റിനെ കാണിക്കുന്ന റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ദി സ്റ്റാൻഡേർഡ് ഫോർ ദി ക്വിക്ക് റേഷ്യോ, the standard for the quick ratio is 1:1. ഓക്കെ, അതായത് എത്രയാണോ നമ്മളെ കറണ്ട് ലയബിലിറ്റീസ് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ക്വിക്ക് അസറ്റ് നമ്മളെ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്വിക്ക് റേഷ്യോ. ക്യാഷ് ആയിക്കോട്ടെ, ക്യാഷ് ഇക്വലൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ നെറ്റ് അക്കൗണ്ട് റിസീവബിൾ. ഈ അക്കൗണ്ട് റിസീവബിളിന്റെ കൂടെ എന്തിനാണ് നെറ്റ് വന്നതെന്ന് അറിയാം. അക്കൗണ്ട് റിസീവബിൾ എപ്പോഴാണ് നെറ്റ് ആവുക വെച്ചാൽ, അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരല്ലേ, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് ബാഡ് ഡെപ്റ്റ് ആയി പോയാൽ അത് കുറച്ചിട്ടുള്ള റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നെറ്റ് അക്കൗണ്ട് റിസീവബിൾ. ഓക്കെ, ബാഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ് ഇൻ കേസ് വന്നാൽ, ഓക്കെ, ബാഡ് ഡെപ്റ്റ് പറഞ്ഞാൽ നമുക്ക് കടം കൊടുത്ത ആൾക്കാർ പൈസ തരൂല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയാൽ നമ്മൾ അതിനെ എഴുതിത്തുള്ളൂ. ഓക്കെ, അപ്പോഴാണ് ആ നെറ്റ് അക്കൗണ്ട് റിസീവബിൾ എന്നുള്ള പേര് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതില്ലേ, ഇക്വേഷനും ഈ പോയിന്റ് എഴുതില്ലേ, എഴുതി. അങ്ങനെയാണ് നമുക്ക് എക്സാമ്പിൾസും ചെയ്യാം. ക്യാഷ് 1000 ആണ്, അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 3000 ആണ്, അക്കൗണ്ട്സ് റിസീവബിൾ 2000 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് 4000 ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ചെയ്തോളൂ. എത്രയായിട്ട്? 0.5. 1.5 അല്ലേ? ശരിയാണ്. നമ്മുടെ ക്വിക്ക് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ്, അതിന്റെ കൂടെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് ആണ് നമ്മുടെ ക്വിക്ക് അസറ്റ്സ്. ഓക്കെ,
സോ ഇവിടെ ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യാഷ് 1000 ആണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 3000 ആണ്, പ്ലസ് അക്കൗണ്ട് റിസീവബിൾ 2000 ആണ്, ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി 4000. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ക്വിക്ക് അസറ്റ്സ് എന്നുള്ളത് ഇവിടെ 6000 ആണ്, ഡിവൈഡഡ് ബൈ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ ഈ മൂന്ന് ഐറ്റത്തിന് പറയുന്ന പേരാണ് ക്വിക്ക് അസറ്റ്സ്. ഓക്കെ, ഈ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും അക്കൗണ്ട് റിസീവബിളും ആഡ് ചെയ്താൽ കിട്ടുന്ന ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വിക്ക് അസറ്റ്. ഓക്കെ, എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ഉള്ള അസറ്റ്സുകളാണ് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 6000 ആണ് നമുക്ക് ക്വിക്ക് അസറ്റ് വന്നത് അല്ലെ, ഡിവൈഡ് ബൈ നമ്മുടെ ടോപ്പ് കറന്റ് ലയബിലിറ്റീസ് 4000, അതായത് 1.5 ആണ് നമ്മുടെ ക്വിക്ക് റേഷ്യോ അല്ലെ. സോ ഈ 1.5 എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വിക്ക് റേഷ്യോ ആണ്. നമുക്ക് മിനിമം നമ്മുടെ കറന്റ് ലയബിലിറ്റീസിൽ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എങ്കിലും വേണമെന്നാണ് അല്ലെ. സോ ഇവിടെ കറന്റ് ലയബിലിറ്റീസിന്റെ കാട്ടിയും 1.5 ടൈംസ് ഉണ്ട്. സോ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറന്റ് ക്വിക്ക് റേഷ്യോ ആണ് നമുക്ക് പറയാം. സ്റ്റാൻഡേർഡ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ ദാൻ 1:1 എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാണ്. ഇനി നമ്മുടെ ഈ ക്വിക്ക് റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ്, മാർക്കറ്റ് സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട് റിസീവബിൾ, ഇത് മൂന്നും ആഡ് ചെയ്തിട്ടുള്ള 6000 ആണ് ഷോർട്ട് ആയിട്ട് ക്വിക്ക് അസറ്റ്സ് എന്ന് വിളിച്ചത്. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള 6000 ഡിവൈഡഡ് ബൈ 4000 അഥവാ 1.5 അല്ലെ. ഇനി നമുക്ക് ക്വിക്ക് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ 6000 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. ഈ ക്വിക്ക് റേഷ്യോനെ കറന്റ് ലയബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ക്വിക്ക് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്വിക്ക് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ക്വിക്ക് റേഷ്യോ ഇൻറ്റു കറന്റ് ലയബിലിറ്റി ചെയ്താൽ മതി. അതായത് ഇവിടെ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞത് 1.5 ആണ്, ഇൻറ്റു കറന്റ് ലയബിലിറ്റീസ് 4000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 6000 കിട്ടി. എന്ത്? ക്വിക്ക് അസറ്റ്സ്. അതുപോലെ തന്നെ എനിക്ക് ക്വിക്ക് അസറ്റ്സ് അറിയാം, ക്വിക്ക് റേഷ്യോ എത്രയാണെന്ന് അറിയാം. അപ്പം അത് രണ്ടും വെച്ചിട്ട് എനിക്ക് കറന്റ് ലയബിലിറ്റീസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കറന്റ് ലയബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്തതുണ്ടെങ്കിൽ എനിക്ക് ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ ക്വിക്ക് റേഷ്യോ ചെയ്താൽ മതി. അതായത് ഇവിടെ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ 6000 ആണ്, ഡിവൈഡ് ബൈ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ കറന്റ് ലയബിലിറ്റി 4000 എനിക്ക് കിട്ടും. ഓക്കെ, ഒരു റേഷ്യോ നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. കുറച്ചായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുള്ള ഐറ്റംസ് തരും, കുറച്ച് തരില്ല. ഉള്ളതൊക്കെ വെച്ച് നമ്മൾ ഇല്ലാത്തതിനെ കുറെ കണ്ടുപിടിക്കണം. നല്ല രസമുള്ള പരിപാടിയാണ്. ക്ലിയർ ആണോ? ക്വിക്ക് റേഷ്യോ ക്ലിയർ ആണോ? ഓക്കെ, സോ മൂന്ന് ബാക്കോട്ട് വരാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് കറന്റ് റേഷ്യോ. കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന് എത്ര ടൈംസ് ആണ് നമ്മുടെ കമ്പനിയുടെ കറന്റ് അസറ്റ്സ് ഉള്ളത്. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ് ആയിട്ടുള്ള ക്വിക്ക് അസറ്റ്സ് നമ്മളെ കറന്റ് ലയബിലിറ്റീസിന് എത്ര ടൈംസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് കറന്റ് ലയബിലിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടെങ്കിലും ക്വിക്ക് അസറ്റിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ക്യാഷ് റേഷ്യോ. ഓക്കെ, നിങ്ങൾക്ക് ചോദിച്ചാൽ തന്നെ മനസ്സിലാവും. 3 എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിക്കോ, ക്യാഷ് റേഷ്യോ. നമുക്ക് ആദ്യം എന്താണെന്ന് എഴുതാം, ഇത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം പോയിന്റ് ചെയ്താം. ദി ക്യാഷ് റേഷ്യോ
The cash ratio is another version of the current ratio. The cash ratio is even more conservative than the quick ratio. The cash ratio is the ratio between cash and current liability. ഓക്കെ, എന്താണ് ക്യാഷ് റേഷ്യോ എന്ന് വെച്ചാൽ ക്യാഷ് റേഷ്യോ ഈസ് അനദർ വേർഷൻ ഓഫ് കറണ്ട് റേഷ്യോ മറ്റൊരു വേർഷൻ ആണ് ക്യാഷ് റേഷ്യോ. ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്തോ. ദി ക്യാഷ് റേഷ്യോ ഈസ് ഈവൻ മോർ കൺസർവേറ്റീവ് ദാൻ ക്വിക്ക് റേഷ്യോ. അല്ലെ, ക്വിക്ക് റേഷ്യോനെക്കാളും കുറച്ചും കൂടി കൺസർവേറ്റീവ് ആണ്, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ക്യാഷ് റേഷ്യോ എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ക്വിക്ക് റേഷ്യോസിൽ നമ്മൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഇല്ല, അതിന് നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഓൾറെഡി ലിക്വിഡ് ആയിട്ട് ക്യാഷ് ആയിട്ട് നമ്മുടെ കൈകളിലുണ്ട്. ഇനി അതിനെ ക്യാഷ് ആക്കി മാറ്റേണ്ട ആവശ്യമില്ല. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അല്ലെ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എത്രയും ഈസിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പറ്റും, ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല അക്കൗണ്ട് റിസീവബിൾ. കമ്പാരിറ്റീവ്ലി ഈ രണ്ട് ഐറ്റംസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലിക്വിഡിറ്റി കുറവാണ്. കാരണം അക്കൗണ്ട് റിസീവബിൾ ക്യാഷ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ കടത്തിന് സാധനം കൊടുക്കുന്ന ആൾക്കാർ പൈസ തിരിച്ചു തരണം അല്ലെ. ഇൻ കേസ് ആരെങ്കിലും പൈസ തിന്നിട്ടില്ലെങ്കിൽ അത് ബാഡ് ഡെപ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ക്വിക്ക് റേഷ്യോനെക്കാട്ടി കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ക്യാഷ് റേഷ്യോ. സോ ക്യാഷ് റേഷ്യോയിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് കറന്റ് ലാബിലിറ്റി. നമ്മുടെ കറന്റ് ലാബിലിറ്റീസിന്റെ എത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് നമ്മുടെ അടുത്ത് ക്യാഷ് ആയിട്ടുള്ളത് അത് ചെക്ക് ചെയ്യാനുള്ള ഒരു റേഷ്യോ ആണ് ക്യാഷ് റേഷ്യോ. വളരെ സിമ്പിൾ ആണ്. സോ ഞാൻ ഇക്വേഷൻ ചെയ്താ എന്താ, ക്യാഷ് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, അതിന് കൂടെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ക്ലാസിഫൈഡ് ആസ് കറന്റ് അസറ്റ്സ്. Marketable securities classified as current assets. ഈ ഇക്വേഷൻ ഇത് നിങ്ങൾ വൃത്തി ചെയ്തിട്ടോ, ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ക്യാഷ് പ്ലസ് ക്യാഷ് ഇക്വലൻസ് പ്ലസ് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ക്ലാസിഫൈഡ് ആസ് കറന്റ് അസറ്റ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷും പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും നമ്മുടെ കമ്പനിയുടെ കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ്. സോ ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് പ്ലസ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കറണ്ട് റേഷ്യോ പഠിച്ചപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ ഉണ്ടായിരുന്നു, 2 ആണ്. അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ നമ്മൾ പഠിച്ചപ്പോൾ 1 ആണ് സ്റ്റാൻഡേർഡ്. ഇതിന് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ക്യാഷ് റേഷ്യോ ഇല്ല. ഓക്കെ, ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ചിലതിനുണ്ടാവില്ല. സോ ഒന്നുകൂടി പറയാം, ക്യാഷ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വിക്ക് റേഷ്യോ പഠിച്ചതിനെക്കാളും കുറച്ചും കൂടി കൺസർവേറ്റീവ് ആണ്, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റും. കാരണം അക്കൗണ്ട് റിസീവബിളും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈസി പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ക്യാഷ് റേഷ്യോ. ഓക്കെ, സോ അങ്ങനെ ഒരു എക്സാം ക്വസ്റ്റ്യൻ ചെയ്യാം. ഇക്വേഷൻ എഴുതിയിട്ടില്ല നിങ്ങൾ? എഴുതിയിട്ടുണ്ട്. സോ എക്സാമ്പിൾ എഴുതിക്കോ. ക്യാഷ് 1000 ആണ്,
ബേസിക് ക്വസ്റ്റ്യൻ ആണ്. IA എന്ന് പറയണ്ട, ഇതിലും വലുത് വരാനുണ്ട്. ഓക്കെ, ക്യാഷ് 1000 ആണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 3000 ആണ്, കറന്റ് ലയബിലിറ്റീസ് 4000 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഫൈൻ ക്യാഷ് റേഷ്യോ. എത്രയായിട്ട്? 1 അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതാ നമ്മളെ ക്യാഷ് റേഷ്യോ എന്ന് പറഞ്ഞാൽ CR ചെയ്തണ്ട, കറണ്ട് റേഷ്യോ പോലെ മിസ്ലീഡ് ചെയ്യപ്പെടും. ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ചെയ്യാൻ മതി അല്ലേ? ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 ആണ്, പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 3000 ആണ്, ഡിവൈഡഡ് ബൈ 4000. സോ 4000 ഡിവൈഡ് ബൈ 4000, നമ്മുടെ ക്യാഷ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ആണ് ഈ കേസിൽ. ഓക്കെ, നമ്മൾ കറണ്ട് റേഷ്യോക്കും ക്യുക്ക് റേഷ്യോക്കും ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതിനങ്ങനെ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഇല്ല. ഓക്കെ, ചില റേഷ്യോസിന് ഉണ്ടാവും, ഇതിനില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ക്യാഷ് റേഷ്യോ ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഒന്നുകൂടി ബാക്കോട്ട് വരാം. കറണ്ട് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ക്യുക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഇതെന്താണെന്ന് മാത്രം ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് നമുക്ക്. കറണ്ട് റേഷ്യോ പഠിച്ച്, ക്വിക്ക് റേഷ്യോ പഠിച്ച്, ക്യാഷ് റേഷ്യോസ് പഠിച്ച്, ഇനി ക്യാഷ് ഫ്ലോ റേഷ്യോ കൂടി പഠിക്കാണ്ട്, അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കൂടി പഠിക്കാൻ. സോ നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ, 4th വൺ ക്യാഷ് ഫ്ലോ റേഷ്യോ. ക്യാഷ് ഫ്ലോ റേഷ്യോ അത് ഞാൻ നോട്ട് ചെയ്താം. ദി ക്യാഷ് ഫ്ലോ റേഷ്യോ കമ്പാരിറ്റീവ്ലി ഈ നാലാമത്തെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷ്യോ അങ്ങനെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കൽ കുറവാണ്. ഓക്കെ, ദി ക്യാഷ് ഫ്ലോ റേഷ്യോ, the cash flow ratio compares the cash flow ratio combines the cash flow generated by operations with current liabilities and measures how many times greater the cash flow generated by operations is than current liabilities. നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസും കറന്റ് ലയബിലിറ്റീസും തമ്മിലൊരു കമ്പാരിസൺ ആണ് ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത്. The cash flow ratio compares the cash flow generated by operations with current liabilities and measures how many times greater the cash flow generated by operations is than current liabilities. So ഈ ക്യാഷ് ഫ്ലോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് എവിടുന്ന് കിട്ടുക? ഇൻകം സ്റ്റേറ്റ്മെന്റ് കിട്ടുമോ? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇൻകം സ്റ്റേറ്റ്മെന്റ് കിട്ടുമോ? എങ്ങനെയാ ഇൻകം സ്റ്റേറ്റ്മെന്റ് കിട്ടുക? ഡയറക്ട്ലി ഇൻകം സ്റ്റേറ്റ്മെന്റ് കിട്ടില്ല. ഓക്കെ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് എവിടുന്നാ കിട്ടാന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നാ കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക അല്ലെ? നമുക്ക് അത് ക്യാഷ് ഫ്ലോയിലേക്ക് മേ ബി കൺവേർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഈ ഒരു നമ്മുടെ ഈ സെക്ഷൻ എയിൽ ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഓക്കെ, ഇനി വന്നാൽ പിന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് അവർ ഓൾറെഡി ഫിക്സഡ് ആക്കിയിട്ട് തരും. നമുക്ക് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഈ സെക്ഷൻ എയിൽ വരില്ല.
ഓക്കെ, നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോനെ കുറിച്ചിട്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് പാർട്ട് 1 സെക്ഷൻ എയിൽ. സെക്ഷൻ എയിൽ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ്. ഈ സെക്ഷനിൽ നമ്മളിപ്പം ക്യാഷ് ഫ്ലോ റേഷ്യോ പഠിക്കുന്നത് ഇതാ സിമ്പിൾ ആയിട്ട് നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് ആണ് അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉള്ളത്. ഓക്കെ, ഇനി അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ ഡയറക്ട്ലി ചോദിക്കാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി ഈ 5 റേഷ്യോയിൽ ഈ ക്യാഷ് ഫ്ലോ റേഷ്യോ ചോദിക്കൽ വളരെ കുറവാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ് ഈ 5 റേഷ്യോസിൽ ഏറ്റവും കൂടുതൽ MCQ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ ഒരു ക്വസ്റ്റ്യൻ ഇൻ കേസ് വന്നാൽ തന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇത്രയാണെന്ന് ക്വസ്റ്റ്യൻ എന്തായാലും തന്നിരിക്കും. നമുക്ക് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ കൺവേർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻ എഴുതാം. സിമ്പിൾ ആണ്. ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതാ ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ ഓപ്പറേഷൻസിലൂടെ നേടിയെടുത്ത പ്രോഫിറ്റ് അല്ല, ക്യാഷ് ഫ്ലോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പീരീഡ് എൻഡ്, ആ ഒരു പീരീഡിലേക്ക് അവർ നേടിയെടുത്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്രയാണ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. ക്യാഷ് ഫ്ലോ റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പീരീഡ് എൻഡ്. ആ ഒരു വർഷത്തെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എത്രയാണോ അത് കറന്റ് ലയബിലിറ്റീസിന് എത്ര പെർസെന്റേജ് ആണോ എന്നുള്ള ആ ഒരു മെഷർമെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനൊരു സ്റ്റാൻഡേർഡ് റേഷ്യോ ഉണ്ട്. ആനുവലൈസ്ഡ് cash flow ratio of 0.40, അതായത് 40% or higher is a standard for a healthy company. ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത് 40% ആണെങ്കിൽ, അതായത് അവരുടെ കറന്റ് ലയബിലിറ്റീസിന്റെ ഒരു 40% എങ്കിലും അവർ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ റേഷ്യോ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് കറന്റ് ലയബിലിറ്റീസിന്റെ ഒരു 40%. ഓക്കെ, കറന്റ് ലയബിലിറ്റീസ് 1000 ആണെങ്കിൽ ഒരു 400 എങ്കിലും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ അവർക്ക് ജനറേറ്റ് ചെയ്തതാണ് ഒരു കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇങ്ങനെയാണ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 50,000, current liabilities 1 lakh. Cash flow ratio എത്രയായിട്ട് 0.5. 0.5. നമ്മുടെ ക്യാഷ് ഫ്ലോ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് 50,000 ആണ്, കറന്റ് ലയബിലിറ്റീസ് എന്നുള്ളത് 1 lakh ആണ്. അതായത് നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ 50% അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, മോർ ദാൻ 0.40, അതായത് 40%. ഓക്കെ, ഈ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറയുന്നത് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ചോദിക്കൽ കുറവാണ് ഈ ഫോർത്ത് നമ്മളിപ്പോൾ പഠിച്ച ക്യാഷ് ഫ്ലോ റേഷ്യോ.
ചോദിക്കില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ നമുക്ക് MCQ വരാൻ ചാൻസ് ഉണ്ട് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, നെറ്റ്വർക്ക് ക്യാപിറ്റൽ റേഷ്യോ. ഇതിന്റെ ഒക്കെ ഒരു കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ചെയ്യും മേ ബി ഇന്നും അല്ല നാളെ. ഓക്കെ, സോ ഈ ഫോർത്ത് വൺ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ലിക്വിഡിറ്റി റേഷ്യോസിലെ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്യാഷ് റേഷ്യോ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ റേഷ്യോ, ഇത് നാല് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനിയുള്ള ഒറ്റ ഒന്നാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അത് നോട്ട് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. ഫിഫ്ത്ത് ലിക്വിഡിറ്റി റേഷ്യോ ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. The net working capital ratio, the net working capital ratio compares net liquid assets നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. The net working capital ratio compares net liquid assets അഥവാ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ അതായത് നമ്മുടെ ടോട്ടൽ അസറ്റ്സ്. ആണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, the net working capital ratio measures the firm's ability to meet its obligations and expand by maintaining sufficient working capital. ഒരു പോയിന്റ് കൂടി. It shows how much of the total assets, how much of the companies are funded by long-term funds and available for day-to-day operations. Last point, ഷോർട്ടാക്കി പറഞ്ഞാൽ it shows what percentage of total assets, is available as working capital, to run the business
working capital to run the business smoothly. തേർഡും ഫോർത്തും സെയിം പോയിന്റ് ആണ്, വെവ്വേറെ രീതിയിൽ എഴുതി പോകും. ഓക്കെ, സോ എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കാം. ഫസ്റ്റ് പോയിന്റ്, ദി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കമ്പയർസ് നെറ്റ് ലിക്വിഡ് അസറ്റ്. ഓക്കെ, നമ്മുടെ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. അതായത് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ടു ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അസറ്റ്സ്, നമ്മുടെ കറന്റ് അസറ്റ്സും നോൺ കറന്റ് അസറ്റ്സും ആയിട്ടുള്ള നമ്മൾ എത്രയാണോ ടോട്ടൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ ടോട്ടൽ അസറ്റ്സ് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് എത്ര എമൗണ്ട് ആണ് ഫിക്സ് ചെയ്തിട്ട് എന്നുള്ളത് ആ ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ മെഷേഴ്സ് ദി ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ് ഷോർട്ട് meet its obligation and expand by maintaining sufficient working capital. ആ ഒരു ബിസിനസ്സിന് നിലനിന്ന് പോകാനുള്ള സഫീഷ്യന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർഡ് ടു ടോട്ടൽ അസറ്റ്സ് എത്ര പെർസെന്റേജ് ഉണ്ട് എന്നുള്ള ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് പോയിന്റ്, ഇറ്റ് ഷോസ് ഹൗ മച്ച് ഓഫ് ദ കമ്പനീസ് ടോട്ടൽ അസറ്റ്സ് ആർ ഫണ്ടഡ് ബൈ ലോങ് ടേം ഫണ്ട്സ് ആൻഡ് അവൈലബിൾ ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. അല്ലെ, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ, അതായത് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. അതെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ഈ അസറ്റിൽ ഫിക്സ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ക്യാഷ് ആയിരിക്കാം, കറണ്ട് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ആയിരിക്കാം, ഇൻവെന്ററി ആയിരിക്കാം. ഓക്കെ, സോ നമ്മളെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനും നമ്മളെ ബിസിനസിന്റെ റണ്ണിങ് സ്മൂത്ത് ആയിട്ട് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ എത്ര പെർസെന്റേജ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർഡ് ടു അവർ ടോട്ടൽ അസറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് ഈ പോയിന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഷോസ് വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ അസറ്റ്സ്. ഓക്കെ, നമ്മൾ ടോട്ടൽ അസറ്റ്, നമ്മൾ കറന്റ് അസറ്റും നമ്മുടെ നോൺ കറന്റ് അസറ്റ് ആണ് നമ്മുടെ ടോട്ടൽ അസറ്റ്സ്. അല്ലെ, ഇതാണ് ഈ ടോട്ടൽ അസറ്റ് ആണ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഈ ക്യാപിറ്റൽ ആണ് നമുക്ക് ബിസിനസ്സിന് യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ടോട്ടൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കറന്റ് അസറ്റ്സ് കീപ്പ് ചെയ്യാം, അതുപോലെ തന്നെ നോൺ കറന്റ് അസറ്റ്സ് ആക്കിയിട്ട് ബിൽഡിംഗ്, മെഷീനറി ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. അല്ലെ, സോ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള നമ്മുടെ ലിക്വിഡിറ്റിക്ക് ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കീപ്പ് ചെയ്യണം. പക്ഷെ ഒരുപാട് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കീപ്പ് ചെയ്താൽ എന്താ അവസ്ഥ? ഓക്കെ, അപ്പം കറന്റ് അസറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. ഈ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിന് നമ്മുടെ ലിക്വിഡിറ്റി പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ റണ്ണിങ് സ്മൂത്ത് ആവുക എന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് ഈ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് റിട്ടേൺസ് ഒന്നും കിട്ടില്ല. ഓക്കെ, സോ ഒരുപാട് നെറ്റ്വർക്ക് ക്യാപിറ്റൽ കീപ്പ് ചെയ്താൽ നമ്മുടെ അസറ്റ്സ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, നമ്മൾ ഒരുപാട് ക്യാഷ് ഹോൾഡ് ചെയ്തിട്ടും ഒരുപാട് ഇൻവെന്ററി നമ്മൾ ഗോഡൌണിൽ വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ ബിസിനസ് സ്മൂത്ത് ആയി റൺ ചെയ്യാൻ വേണ്ടിയുള്ള നെറ്റ്വർക്ക് ക്യാപിറ്റൽ മാത്രം കീപ്പ് ചെയ്താൽ മതി. ബാക്കിയുള്ള ടോട്ടൽ അസറ്റ്സിലെ റിമൈനിങ് അസറ്റ്സിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഔട്ട്ലെറ്റ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ അതിനൊക്കെ വേണ്ടി നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമ്മളെ ക്യാപിറ്റൽ യൂസ് ചെയ്യാം. സോ ഒരുപാട് നെറ്റ്വർക്ക് ക്യാപിറ്റൽ കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ ആ കമ്പനിക്ക് നല്ല ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ ലോങ് ടേമിൽ അവരുടെ അസറ്റ്സിനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു റിസ്ക് അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഐഡിയൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് ക്യാപിറ്റൽ ആണ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. സോ അത് ബിസിനസ് ടു ബിസിനസ് ഡിഫറെന്റ് ആയിരിക്കും, ഓരോ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഒരുപാട് ഓപ്പറേഷൻസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒരുപാടുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് കുറച്ചധികം നെറ്റ്വർക്ക് ക്യാപിറ്റൽ കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ലിക്വിഡിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ചെറിയ ചെറിയ സർവീസ് ഫേംസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ആവശ്യമേ ഉണ്ടാവില്ല. സോ കമ്പനി ടു കമ്പനി ഡിഫറെന്റ് ആയിരിക്കും, ഇതിനൊരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ഇല്ല. ഓക്കെ, സോ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിന്റെ വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ അസറ്റ് ഈസ് അവൈലബിൾ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ ടു റൺ ദി ബിസിനസ് സ്മൂത്ത്ലി. അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് അവർ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ പഠിക്കുന്നത്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻ എഴുതാം.
നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ is equal to net working capital divided by total assets. നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആരാധന? Current asset minus current liabilities. അതെ, കറണ്ട് അസറ്റ്സിൽ നിന്ന് നമ്മുടെ കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്ത റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. അതെപ്പോഴും നമ്മളെ എമൗണ്ട്സ് യൂസ് ചെയ്തിട്ട് എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യേണ്ടി വരും. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. സോ ഒന്നുകൂടി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറണ്ട് അസറ്റ്സിന്റെയും കറണ്ട് ലയബിലിറ്റീസിന്റെയും ഡിഫറൻസ് എടുത്താൽ മതി. എഴുതിയായിരുന്നു, ഇക്വേഷൻ എഴുതിയായിരുന്നു? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. കറണ്ട് അസറ്റ് എന്നുള്ളത് 10,000 ആണ്. കറണ്ട് ലയബിലിറ്റി 6,000 ആണ്. ഓക്കെ, ടോട്ടൽ അസറ്റ്സ് 40,000 ആണ്. ഇങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. എത്ര കിട്ടിയേ? 0.1. 0.1 അല്ലേ? അതായത് 10%. യാ, ശരിയാണ്. സോ ഇതാ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ചെയ്താൽ മതി. ടോട്ടൽ അസറ്റ്സ്. സോ ആദ്യം നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അല്ലെ, 10,000 ആണ് നമ്മുടെ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതിലൊരു 6,000 കറണ്ട് ലയബിലിറ്റി ഉണ്ട്. സോ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 4,000 ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 4,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് 40,000. അതായത് നമ്മുടെ ടോട്ടൽ അസറ്റ്സ് ആയ 40,000ന്റെ 10% നമ്മൾ കീപ്പ് ചെയ്തത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, 0.1 or 10%. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സോ നമ്മൾ ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ 5 ടൈപ്സ് ഓഫ് റേഷ്യോസ്, ലിക്വിഡിറ്റി റേഷ്യോസ് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് പഠിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ ഒന്നുകൂടി റഫ് ആയിട്ട് ഞാൻ പറയാം. എന്താ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് വീട്ടാനുള്ള ഒരു എബിലിറ്റി ആണ്. സ്റ്റാൻഡേർഡ് 1 ആണ്. നമ്മുടെ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. നമ്മുടെ എല്ലാ കറണ്ട് അസറ്റ്സും നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് ഉണ്ട്? ഒരു 2 ടൈംസ് എങ്കിലും നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിന്റെ 2 ടൈംസ് എങ്കിലും കറണ്ട് അസറ്റ് ഉണ്ടാവണമാണ് ഒരു ഹെൽത്തി കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെ, ഇനി സെക്കൻഡ് നമ്മൾ പഠിച്ചത് ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്യാഷ് കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോ നമ്മൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ ക്വിക്ക് റേഷ്യോയിൽ നമ്മൾ കറണ്ട് ലയബിലിറ്റീസിന്റെ എത്ര ടൈംസ് ആണ് നമ്മൾ ക്വിക്ക് അസറ്റ്സ് എന്നാണ് നോക്കുന്നത്. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലിക്വിഡേറ്റ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള നമ്മുടെ കറണ്ട് അസറ്റ്സിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ക്വിക്ക് അസറ്റ്സിൽ
എത്രയാണ് നമ്മുടെ കറന്റ് ലയബിലിറ്റിന്റെ പെർസെന്റേജ് ഉള്ള ഒരു കമ്പാരിസൺ ആണ് നോക്കുന്നത്. ക്വിക്ക് അസറ്റ്സിൽ ക്യാഷ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വരും, അതുപോലെ തന്നെ അക്കൗണ്ട് റിസീവബിൾ വരും അല്ലെ. നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് നമ്മുടെ ക്വിക്ക് അസറ്റ്സ്, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് റേഷ്യോ ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഫോർ ദി ക്വിക്ക് റേഷ്യോ എന്നാൽ 1:1 ആണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന് ഈക്വൽ ആയിട്ട് വരാൻ എമൗണ്ട് നമ്മൾ ക്വിക്ക് റേഷ്യോ ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ കീപ്പ് ചെയ്യണമെന്നാണ് ഒരു ഹെൽത്തി കറന്റ് ക്വിക്ക് റേഷ്യോ പറഞ്ഞത്. ഇനി തേർഡ് നമ്മൾ പഠിച്ചത് ക്യാഷ് റേഷ്യോ. ക്യാഷ് റേഷ്യോയിൽ നമ്മൾ പഠിച്ചത് കുറച്ചും കൂടി കൺസർവേറ്റീവ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാവുന്ന ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള അസറ്റ്സ് അഥവാ ക്യാഷ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അത് കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര പെർസെന്റേജ് ഉണ്ട്, അതാണ് നമ്മൾ ക്യാഷ് റേഷ്യോയിൽ കാൽക്കുലേറ്റ് ചെയ്തത്. എന്താ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഈ രണ്ടും എമൗണ്ടും ആഡ് ചെയ്യുന്നു നമ്മൾ കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര പെർസെന്റേജ് ആണ് നോക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ. ഇനി ക്യാഷ് ഫ്ലോ റേഷ്യോ, നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ആ ഒരു പീരീഡിലേക്ക് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആയിട്ട് ജനറേറ്റ് ചെയ്തതെന്ന് അറിയാനാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത്. കമ്പാരിറ്റീവ്ലി ഈ ഒരു ക്യാഷ് ഫ്ലോ റേഷ്യോ ക്വസ്റ്റ്യൻ ചോദിക്കൽ കുറവാണ്, ചോദിക്കൂല എന്നല്ല പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് ചോദിച്ചാൽ തന്നെ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പീരീഡ് എൻഡ് എന്നുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണ ഒരു വലിയ പ്രോസസ്സാണ്. അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ എമൗണ്ടിനെ നമുക്ക് ക്യാഷ് ഫ്ലോയിലേക്ക് ആക്കാൻ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നെറ്റ് ഇൻകത്തിലേക്ക് നമുക്ക് ഡിപ്രിസിയേഷൻ ആഡ് ചെയ്താൽ നമുക്ക് ക്യാഷ് ഫ്ലോ ആക്കി മാറ്റിക്കൂടെ. അതിൽ ഡിപ്രിസിയേഷൻ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിൽ പഠിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് എക്സ്ട്രാ ഒരു കുറച്ച് ഐറ്റംസും കൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് പാർട്ട് 1 പഠിക്കും, സെക്ഷൻ എയിൽ. ഓക്കെ, സോ ഇനി ഇൻ കേസ് ചോദിച്ചാൽ തന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് ഡയറക്ട്ലി തരാനാണ് ക്വസ്റ്റ്യനിൽ ചാൻസ്. ഓക്കെ, സോ ക്യാഷ് ഫ്ലോ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്, നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ ഒരു 40% നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആയിട്ട് ജനറേറ്റ് ചെയ്യണമെന്നാണ് ഒരു ഹെൽത്തി ക്യാഷ് ഫ്ലോ റേഷ്യോ പറഞ്ഞത്. ഇനി ഫിഫ്ത്ത് നമ്മൾ പഠിച്ചത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അല്ലെ. നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ, നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ടോട്ടൽ അസറ്റ്സ്, ആ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ഓഫ് മണിയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ പഠിക്കുന്നത് അല്ലെ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ചെയ്താൽ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കിട്ടും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? 5 റേഷ്യോസും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പഠിച്ച 5 റേഷ്യോസിന് ഒരു സമ്മറി നമുക്ക് എഴുതാം. ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതാം. സോ നിങ്ങൾ ഫ്രഷ് ഒരു പേജ് എടുക്കണമെന്നില്ല, ഒരു പേജിന് പകുതി എന്തെങ്കിലും മതി, ഫ്രഷ് ആയാലും വന്ന്. ഓക്കെ, ഒരു ബോക്സിലാക്കാൻ കോളത്തിൽ ഒരു സെൻട്രലാക്കിയിട്ട് ലിക്വിഡിറ്റി റേഷ്യോസിന് ഹെഡിങ് ചെയ്താൽ നമ്മൾ ഓരോ റേഷ്യോസ് പഠിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം. ലിക്വിഡിറ്റി റേഷ്യോസ്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞുതരണം. ഇതാ നമുക്ക് കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്താൽ മതി? കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടില്ല, മൈക്ക് ഓഫ് ആണോ? കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. അതെ, കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ചെയ്താൽ മതി അല്ലെ. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. ഇനി നമുക്ക് കറന്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എനിക്ക് കറന്റ് അസറ്റ് ആണ് അറിയേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഏതാ സമയം തരാം. എനിക്ക് കറന്റ് അസറ്റ് ആണ് അറിയേണ്ടത്. എനിക്ക് കറന്റ് റേഷ്യോ അറിയാം, കറന്റ് ലയബിലിറ്റീസ് പറയാം. എനിക്ക് എന്ത് ചെയ്താൽ മതി കറന്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? കേൾക്കില്ല, മ്യൂട്ടാണ്. കറന്റ് റേഷ്യോ ഇൻറ്റു അതെ, കറന്റ് റേഷ്യോ ഇൻറ്റു കറന്റ് ലയബിലിറ്റി ചെയ്താൽ എനിക്ക് കറന്റ് അസറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്ക് കറന്റ് ലയബിലിറ്റി ആണ് അറിയണമെന്നുണ്ടെങ്കിലോ, എനിക്ക് കറന്റ് ലയബിലിറ്റി ആണ് അറിയേണ്ടത്. എനിക്ക് കറന്റ് അസറ്റ് അറിയാം, കറന്റ് റേഷ്യോ പറയാം. Current asset divided by current ratio. കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് റേഷ്യോ ചെയ്താൽ എനിക്ക് കറന്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ടൈപ്പിലാണ് നമ്മൾ കറന്റ് റേഷ്യോനെ കുറിച്ച് പഠിച്ചത്. ഇനി സെക്കൻഡ് റേഷ്യോ നമ്മൾ പഠിച്ചതായിരുന്നു ക്വിക്ക് റേഷ്യോ അല്ലെ. ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ, ഇത് മൂന്നിനും നമ്മൾ ഒറ്റ പേര് വിളിച്ചു ക്വിക്ക് അസറ്റ്സ് അല്ലെ. ക്വിക്ക് ആയിട്ട് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റണ ക്വിക്ക് അസറ്റ്സ്. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ സ്റ്റാൻഡേർഡ് എത്രയായിരുന്നു? സ്റ്റാൻഡേർഡ് ക്വിക്ക് റേഷ്യോ എത്രയായിരുന്നു? 1:1 അല്ലെ. അതായത് 1. ഓക്കെ, 1:1.
ഇനി എനിക്ക് ക്വിക്ക് അസറ്റ്സ് കാണാം. ഇതാ എനിക്ക് ക്വിക്ക് അസറ്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എനിക്ക് ക്വിക്ക് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിക്ക് റേഷ്യോ ഇൻറ്റു കറന്റ് ലയബിലിറ്റി ചെയ്താൽ മതി അല്ലെ? ക്വിക്ക് റേഷ്യോ ഇൻറ്റു കറന്റ് ലയബിലിറ്റി ചെയ്താൽ മതി. അതുപോലെ തന്നെ കറന്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിക്ക് അസറ്റ്സിനെ ഡിവൈഡഡ് ബൈ ക്വിക്ക് റേഷ്യോ ചെയ്താൽ മതി അല്ലെ? ചെയ്താൽ പറയാം. ഓക്കെ, സോ കറന്റ് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തു, ക്വിക്ക് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ റേഷ്യോ ആയിരുന്നു ratio, എന്ത് റേഷ്യോ? cash ratio, ക്യാഷ് റേഷ്യോ അല്ലെ? ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് cash and cash equivalents plus ക്യാഷ് market ആൻഡ് ക്യാഷ് ഇക്വാലൻസ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അല്ലെ? marketable സിമ്പിളായിട്ട് securities. പറഞ്ഞാൽ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. current liability. ഓക്കെ, ഇനി ഫോർത്ത് വൺ ആയിരുന്നു ക്യാഷ് ഫ്ലോ റേഷ്യോ. നാലാമത്തതായിരുന്നു ക്യാഷ് ഫ്ലോ റേഷ്യോ. ക്യാഷ് ഫ്ലോ റേഷ്യോ, നമ്മുടെ ക്യാഷ് ഫ്ലോ റേഷ്യോ എന്ന് പറഞ്ഞത് ഓപ്പറേറ്റിംഗ് Operating cash flow divided by current. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് അല്ലെ? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു 0.4 ആണ്. Fourth. 40%. നമ്മുടെ കറന്റ് ലയബിലിറ്റീസിന്റെ ഒരു 40% നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആക്കിയിട്ട് ജനറേറ്റ് ചെയ്യണമെന്നാണ് ഒരു ഹെൽത്തി ക്യാഷ് ഫ്ലോ റേഷ്യോ പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ നമ്മൾ ലാസ്റ്റ് പഠിച്ച റേഷ്യോ ഏതായിരുന്നു? Net working നെറ്റ് capital ratio. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അല്ലെ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Net working capital divided Working by capital divided by total assets. ഡിവൈഡ് ബൈ total ടോട്ടൽ. assets. നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ നമുക്ക് പെട്ടെന്ന് ഒരു അക്കൗണ്ട്സ് പേബിൾ തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ പൈസ തിരിച്ചു കൊടുക്കാനോ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ, അതായത് കറന്റ് അസറ്റ് ആയിട്ടുള്ള ക്യാഷ് ഒന്നുമില്ല, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ഒരു എമൗണ്ട് എപ്പോഴും ആവശ്യത്തിനുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കറന്റ് ലയബിലിറ്റീസ് തിരിച്ചു വിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ വല്ല ലോണും എടുക്കേണ്ടി വരും, ഷോർട്ട് ടേം ലോൺസിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, സോ അത് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഓക്കെ, അത് വിചാരിച്ചിട്ട് നമ്മൾ കുറെ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ അസറ്റ് അവിടെ വെറുതെ കിടക്കാണ്. ഓക്കെ, കുറെ ക്യാഷ് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരുപാട് ഇൻവെന്ററീസ് വെറുതെ നമ്മളെ ഗോഡൌണിൽ കെട്ടിക്കിടന്നിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ളത് മതി. ഒരുപാട് ക്യാഷും ഇൻവെന്ററി ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ സേഫ് ആണ്, നമുക്ക് ലിക്വിഡിറ്റിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ലോങ് ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അസറ്റ്സ് ഒരുപാട് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഈ ക്യാഷ് ഒക്കെ ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലും ടോട്ടൽ അസറ്റ്സ് ഒക്കെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് ലാബിലിറ്റിന്നോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിന്നോ ആണ്. ഓക്കെ, ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പൈസ ഒരു വെറുതെ ഇൻവെന്ററി വാങ്ങിയിട്ട് വെറുതെ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ആവശ്യത്തിനുള്ള ഇൻവെന്ററി വേണം, ആവശ്യത്തിന് നമ്മൾ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ വേണം. സോ ഒരു ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ട് മാച്ച് ആക്കിയിട്ട് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള നെറ്റ്വർക്ക് ക്യാപിറ്റൽ എപ്പോഴും മെയിൻ ചെയ്യണം. പക്ഷെ ഒരുപാട് ആയാലും നമുക്ക് വലിയ കാര്യമില്ല. ഓക്കെ, സോ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ചെയ്താൽ മതി. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് Current assets minus current liability. കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി. സോ ബേസിക് ആയിട്ട് നമ്മൾ 5 റേഷ്യോസും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതാ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി അല്ലെ? സോ ഇതാ ഇപ്പൊ എഴുതിയത് ഒരു ബോക്സിലാക്കി വെക്കുക, നല്ലതാണ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ ഒരു കൺക്ലൂഷൻ. സോ ബേസിക് ആയിട്ട് നമ്മൾ 5 റേഷ്യോസും ഇതിന്റെ അർത്ഥം, എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോസ് അനലൈസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറി വലിയ വലിയ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ വരും. ആദ്യം ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യും, എന്നിട്ട് അതിന്റെ റേഞ്ച് കൂട്ടി വരും. മനസ്സിലാക്കി എഴുതണം. എല്ലാ ഇക്വേഷനും നിങ്ങൾ
മൈൻഡിലേക്ക് ഒരു ബൈ ഹാർട്ട് പോലെ പഠിക്കണം. ബൈ ഹാർട്ട് ആക്കി പഠിക്കണമെന്നില്ല, പക്ഷെ ഇക്വേഷൻ ഓർമ്മ വരണം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ. മുബസ്സിർ എവിടെ സ്റ്റേ ചെയ്യണേ? ദുബായ് ആണോ ഷാർജ ആണോ എവിടെ? ദുബായില് അവിടെയൊക്കെ സീനൊന്നുമില്ലല്ലോ. വിൻഡോയിലൂടെ കണ്ടു ഇന്റർസെപ്റ്റ് പൊട്ടിക്കുന്നത് ഇതാ ലൈവായിട്ട്. ആണോ? അയ്യോ. ഖത്തറിലോ? ഖത്തറിൽ എന്റെ ഫ്രണ്ടൊക്കെ സ്റ്റോറി ഇട്ടാണ് ആകാശത്തിന്. ഇന്നലെ രാത്രി പുലർച്ചെ, ഇന്ന് പുലർച്ചെ ആ 1:30 മണിക്കൊക്കെ ഉണ്ടായിരുന്നു. ബാൽക്കണിയൊക്കെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ആ വൈബ്രേറ്റ് ചെയ്യും. വടച്ചോനെ, സീനാണ്. ആ സമയത്ത് ഇത്തിരി പേടിയാ. ആ നല്ല സൗണ്ട് ഉണ്ടാവും അല്ലേ? നല്ല ശബ്ദവും ജനലും മൊത്തം ഒരു ഒക്കെ അങ്ങനെ. പ്രകമ്പനം എന്നറിയില്ലേ, വൈബ്രേഷൻ തന്നെ ഉണ്ടാവും നമുക്ക്. അറിയാൻ ആ പറ്റും. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാവുമെന്ന് വിചാരിക്കാം. സോ നമുക്ക് ഒരു ഓക്കെ ഞാൻ ഒരു ഫിനിഷ് 5 ചെയ്തില്ല. ഓക്കെ ഒരെണ്ണം ഓക്കെ കൂടി എനിക്ക് എഴുതാൻ. എല്ലാ റേഷ്യോസും ഒറ്റ തുടക്കയിൽ കിട്ടണ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Yes, sir. ആരാധന 5 റേഷ്യോസും ക്ലിയർ അല്ലേ? യെസ് സർ. ഏതെങ്കിലും റേഷ്യോ ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? സർ സർ, ഈ അങ്ങനെയാണെങ്കിൽ ക്യുക്ക് റേഷ്യോയില് ഞാൻ +2 പഠിച്ചത് കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി പറഞ്ഞ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഇവിടെ യൂസ് ആവണില്ല. ആ ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ കറണ്ട് റേഷ്യോയും ക്യുക്ക് റേഷ്യോയും തമ്മിലുള്ള +2 പഠിക്കുന്നുണ്ട്. കൊമേഴ്സ് ഏത് കൊമേഴ്സ്? എക്കണോമിക്സിലാണോ അക്കൗണ്ടൻസിയിലോ? അക്കൗണ്ടൻസി. ആണോ? എനിക്ക് ഓർമ്മയില്ല. ഡിഗ്രിയിൽ പഠിക്കുന്നുണ്ട്, ബികോമിൽ പഠിക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഇനി ക്യുക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് നമ്മൾ ക്യുക്ക് റേഷ്യോയിൽ നിൽക്കുന്നത്. സോ ഈ കറണ്ട് അസറ്റും ക്യുക്ക് അസറ്റും നമ്മൾ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇൻവെന്ററി ആണ്. ഓക്കെ, കറണ്ട് അസറ്റിൽ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇൻവെന്ററീസ്, അതുപോലെ തന്നെ അക്കൗണ്ട് റിസീവബിൾ. ആ ഇൻവെന്ററി ജസ്റ്റ് നമ്മൾ മാറ്റി നിർത്തിയാൽ നമുക്ക് ക്വിക്ക് അസറ്റ്സ് കിട്ടും. അതായത് കറണ്ട് അസറ്റിൽ നിന്നും നമ്മൾ ആ ഇൻവെന്ററി ഉണ്ട് ലെസ് ചെയ്ത് കൊടുത്താൽ, നമുക്ക് ക്വിക്ക് അസറ്റ്സ് കിട്ടും. ഈ ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് ക്വിക്ക് റേഷ്യോ കിട്ടും. അതായിരിക്കും നീ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ ഉണ്ട് നമ്മൾ കറണ്ടസിൽ. പക്ഷേ നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവെന്ററി, ഈ 4 ഐറ്റംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കറണ്ട് അസറ്റ്സിൽ വരാൻ ചാൻസ് ഉള്ളത്. അതിൽ ആ കറണ്ട് അസറ്റിന് ആ ഇൻവെന്ററിന്റെ എമൗണ്ട് നമുക്ക് ലെസ് ചെയ്താൽ റിമൈനിങ് എത്ര എമൗണ്ട് ഉണ്ടോ അതാണ് നമ്മുടെ ക്വിക്ക് അസറ്റ്. ഓക്കെ, ക്ലിയർ ആയതാണ്? ഓക്കെ, ഈ ക്വിക്ക് അസറ്റിൽ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും അക്കൗണ്ട് റിസീവബിളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഇൻവെന്ററി കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് അത് കറണ്ട് അസറ്റ് ആക്കി മാറും. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. കോമൺ സ്റ്റോക്ക് 20,000, accounts payable 40,000, ലോങ് ടേം ലോണ് എമൗണ്ട് ഏതെന്നോ ശ്രദ്ധിക്കണം, മാറിപ്പോയിട്ടുണ്ട്. ഒരു 0 മാറിപ്പോയ ആൻസർ തെറ്റും. ലോങ് ടേം ലോണ് 1 lakh ആണ്. ക്യാഷ് 10,000 ആണ്. അതുപോലെ തന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 20,000 ആണ്. ബിൽഡിംഗ്
ബിൽഡിംഗ് 1 lakh ആണ്. അക്കൗണ്ട്സ് റിസീവബിൾ 10,000 ആണ്. അഡീഷണൽ പെയ്ഡ് ഇൻ ക്യാപിറ്റൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 70,000 ഉണ്ട്. ഇനി ഷോർട്ട് ടേം ലോൺ ഷോർട്ട് ടേം ലോൺ 10,000 ഉണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് 10,000 ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് 10,000 ഉണ്ട്. ഷോർട്ട് ടേം ലോൺ 10,000, റീറ്റെയിൻ ഏർണിങ്സ് 10,000, പ്രീപെയ്ഡ് എക്സ്പെൻസ് 10,000, ഇൻവെന്ററി 30,000 ഉണ്ട്. എക്യുപ്മെന്റ് 50,000 ഉണ്ട്. ഓരോ എമൗണ്ടും ഏത് കാറ്റഗറിയിലാണ് വരാന്ന് സൈഡിൽ ചെറുതാക്കി ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കോമൺ സ്റ്റോക്ക് ഇക്വിറ്റി ആണ്, അക്കൗണ്ട്സ് പേയബിൾ കറന്റ് ലയബിലിറ്റി ആണ്, അങ്ങനെ വേണമെങ്കിൽ ഇത് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഗുഡ്വിൽ 20,000 ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. കോമൺ സ്റ്റോക്ക് 20,000, അക്കൗണ്ട്സ് പേയബിൾ 40,000, ലോങ് ടേം ലോൺ 1 lakh, ക്യാഷ് 10,000, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 20,000, ബിൽഡിംഗ് 1 lakh, അക്കൗണ്ട്സ് റിസീവബിൾ 10,000, അഡീഷണൽ ബിൽഡിംഗ് ക്യാപിറ്റൽ 70,000, റീറ്റെയിൻ ഏർണിംഗ്സ് 10,000, ഷോർട്ട് ടേം ലോൺ 10,000, പ്രീപെയ്ഡ് എക്സ്പെൻസ് 10,000, ഇൻവെന്ററി 30,000, എക്യുപ്മെന്റ് 50,000, ഗുഡ്വിൽ 20,000. ഓക്കെ, ഇനി ഞാനൊരു റിക്വയർമെന്റ് ചെയ്താൽ താഴെ ഫസ്റ്റ് റിക്വയർമെന്റ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ആദ്യം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് റിക്വയർമെന്റ് ആണ് നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ, ക്യാഷ് ഫ്ലോ റേഷ്യോ, അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണും, അതിനുശേഷം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കൂടി കാണും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ്, ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ്, ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല, നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഓർഡറിൽ നമുക്ക് പോവാം. ഓക്കെ, പക്ഷെ ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂമറേറ്റർ ആയിട്ട് എന്ത് വേണം? ന്യൂമറേറ്റർ ആയിട്ട് ക്യാഷ് ഫ്ലോ റേഷ്യോ ഏതായിരുന്നു? കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടി? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇതിൽ തന്നിട്ടില്ല. നമുക്ക് ബാലൻസ് ഷീറ്റിലും ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തരാം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഈസ് ഈക്വൽ ടു 35,000. അത് ബാലൻസ് ഷീറ്റിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ള 35,000 എമൗണ്ട് യൂസ് ചെയ്താൽ മതി. സോ നിങ്ങൾ ആദ്യം ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക, അസറ്റ് ലയബിലിറ്റീസ്, കറണ്ട് അസറ്റ് ലിസ്റ്റ് ചെയ്യുക, ടോട്ടൽ കറണ്ട് അസറ്റ്സ് എഴുതുക, നോൺ കറണ്ട് അസറ്റ്സ് ലിസ്റ്റ് ചെയ്യുക, ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ് എഴുതുക, എന്നിട്ട് ടോട്ടൽ അസറ്റ്സ് എഴുതുക, ശേഷം ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റി, അതിനുശേഷം നോൺ കറണ്ട് ലയബിലിറ്റീസ്, അതിനുശേഷം ഇക്വിറ്റി, എന്നിട്ട് ടോട്ടൽ ഇക്വിറ്റി, ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസും ആദ്യം ടാലി ആവുന്നത് നോക്കാം. എന്നിട്ട് അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് അതിന്റെ ഐറ്റംസ് മാത്രം എടുത്താൽ മതി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കാം. എന്നിട്ട് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം, ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം, ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം, ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം,
നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി എടുത്തിട്ടില്ലേ നോട്ടിലേക്ക്? ഇന്നലെ നമ്മൾ റൂൾസ് പറഞ്ഞിരുന്നില്ലേ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എടുക്കുമ്പോ ആവറേജ് എടുക്കണം. ആ അതിപ്പോ ഇതില് ഇതിലെ വരുന്നുണ്ടോന്ന് ചോദിച്ചേ? ആ ഇല്ല, ഇതിലത് വരുന്നില്ല. അത് നമ്മുടെ അക്കൗണ്ട്സ് ആക്ടിവിറ്റി റേഷ്യോസ് എന്നുള്ള റേഷ്യോസ് ഉണ്ട്. അതായത് നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസ്, അക്കൗണ്ട്സ് റിസീവബിൾ ടേൺ ഓവർ അവിടെക്കാണ് നമ്മളത് വരിക. അതൊന്നല്ല, നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ പഠിക്കും. ലിക്വിഡിറ്റി റേഷ്യോസിൽ എത്രയാണോ എമൗണ്ട് അത് അതേപോലെ എടുക്കണം.
സർ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 2,50,000 അല്ലേ രണ്ട് സൈഡും വരുന്നുണ്ട്. സർ അസറ്റ്സ് വരുന്നില്ല. 2,50,000 വരുന്നു. സർ വരുന്നുണ്ട് 2,50,000 വരുന്നുണ്ട് ആണോ? 2 lakh അതെ 50,000 2,50,000 രണ്ട് സൈഡിലും വരുമല്ലോ. എമൗണ്ട് മാറിപ്പോയിട്ടുണ്ടോ നോക്കിക്കേ. ഗുഡ് വിൽ ഉണ്ട് 20,000. 20,000 അല്ലേ? ഉം. എക്യുപ്മെന്റ് 50,000, ഇൻവെന്ററി 30,000 ആണല്ലേ? 30,000. ഉം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇവിടെ വരാം ബാലൻസ് ഷീറ്റിൽ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇവിടെ വരാം ബാലൻസ് ഷീറ്റിൽ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ബാലൻസ് ഷീറ്റിൽ വരില്ലല്ലോ. വരില്ല, അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ് വരിക. ഓക്കെ, അത് ആഡ് ചെയ്തിട്ടില്ല. എടുക്കണ്ട. ഞാൻ ഇൻവെന്ററി 13,000 ആണ് എഴുതിയത്. ഓക്കെ. ഇനി റേഷ്യോസ് കണ്ടുപിടിച്ചു. കിട്ടിയായിരുന്നു വിശദം, എല്ലാ റേഷ്യോസും കിട്ടിയോ? ആ. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എത്ര കിട്ടി? 0.12. ഓക്കെ, 12%. ശരിയാണ്. ബാക്കിയുള്ളവർ കിട്ടിയോ? സർ ക്യാഷ് റേഷ്യോയിലും എക്സ്ക്ലൂഡിങ് ഇൻവെന്ററി അല്ലേ? ബാക്കിയൊക്കെ ക്യാഷ് ഇൻക്ലൂഡ് റേഷ്യോ ചെയ്യാലോ. വേണ്ട. ക്യാഷ് റേഷ്യോയിൽ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് മാത്രം മതി. പ്രീപെയ്ഡ് ഒന്നും എടുക്കില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസ് നോർമലി എല്ലാ കേസിലും വരില്ല. നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ കറണ്ട് അസറ്റ്സ് ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവെന്ററി, ഇത് നാലും വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്താൽ മതി. ഇവിടെ ഉണ്ട്, അപ്പോൾ എടുക്കണം. കറണ്ട് അസറ്റിലേക്ക് എടുക്കണം, ക്വിക്ക് അസറ്റിലേക്ക് എടുക്കണം. ക്വിക്ക് അസറ്റിലേക്ക് നമുക്ക് ഈ 3 ഐറ്റംസ് എടുത്താൽ മതി. ഇനി ഇനി ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും മാത്രം എടുത്താൽ മതി. ഓക്കെ, എന്താണോ ഇക്വേഷൻ അത് അതുപോലെ എടുത്താൽ മതി. ഓക്കെ, ക്വിക്ക് അസറ്റില് ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും അവോയ്ഡ് ചെയ്യണം അല്ലേ? അല്ല, അത് അവോയ്ഡ് ചെയ്യണം, അങ്ങനെ ചിന്തിക്കണ്ട. ക്വിക്ക് അസറ്റ്സിൽ എന്തൊക്കെയാണുള്ളത്? ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ, ഈ 3 ഐറ്റംസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ ക്വിക്ക് അസറ്റ്സ് കിട്ടും. അത് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് ചെയ്താൽ ക്വിക്ക് റേഷ്യോ കിട്ടും. നിങ്ങൾ ആ ഇക്വേഷൻ നോക്കിയിട്ട് ചെയ്താൽ മതി.
ആ റേഷ്യോന്റെ ഇക്വേഷൻ എന്താണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കേണ്ടത്, അതുപോലെ ചെയ്താൽ മതി. ഷോർട്ട് ടേം ലോൺ. ആരാധന, എന്താ അവസ്ഥ? കഴിഞ്ഞു. കഴിഞ്ഞു. എത്ര നെറ്റ്വർക്ക് ക്യാപിറ്റൽ റേഷ്യോ എത്രയായിട്ട്? 0.12. 0.1. ശരി. സോ ഞാൻ ബാലൻസ് ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. സോ ഈ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആ റേഷ്യോസിന് വേണ്ട ഐറ്റംസ് മാത്രം പിക്ക് ചെയ്ത് ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, സോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത ഇങ്ങനെയാണ്. ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ, ഇൻവെന്ററി, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഈ 5 ഐറ്റംസ് ആണ് ടോട്ടൽ കറന്റ് അസറ്റ്സിൽ വരിക. ബിൽഡിംഗ്, എക്യുപ്മെന്റ്, ഗുഡ് വിൽ, ഇത് 3 നോൺ കറന്റ് അസറ്റ്സിൽ വരിക. ടോട്ടൽ കറന്റ് അസറ്റും നോൺ കറന്റ് അസറ്റും ആഡ് ചെയ്താൽ 80,000, 1,70,000 കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 2,50,000 ആണ്. ഇനി ലാബിലിറ്റി സൈഡിൽ അക്കൗണ്ട്സ് പേയബിൾ 40,000, ഷോർട്ട് ടേം ലോൺ 10,000. ഇത് രണ്ടാണ് നമ്മുടെ കറന്റ് ലാബിലിറ്റീസ്. ഇനി ലോങ് ടേം ലോണിലായിട്ട് ഒരു 1,00,000 ഉണ്ട്, അതാണ് നോൺ കറന്റ് ലാബിലിറ്റീസ് വരിക. സോ ഈ ടോട്ടൽ കറന്റ് ലാബിലിറ്റീസും ലോങ് ടേം ലോൺ ആയിട്ടുള്ള നോൺ കറന്റ് ലാബിലിറ്റീസും ആഡ് ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ ലാബിലിറ്റീസ് 1,50,000 കിട്ടി. ഇനി ലാബിലിറ്റീസിലേക്ക് ഞാൻ ഇക്വിറ്റി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇക്വിറ്റിയിൽ കോമൺ സ്റ്റോക്ക് ഉണ്ട് 20,000, അഡീഷണൽ പേയ്ഡ് ക്യാപിറ്റൽ 70,000 ഉണ്ട്, റീറ്റെയിൻ ഏർണിംഗ്സ് 10,000 ഉണ്ട് അല്ലെ. സോ ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നത് 1,00,000 ആണ്. ടോട്ടൽ ലാബിലിറ്റീസും ടോട്ടൽ ഇക്വിറ്റിയും കൂടി ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ ലാബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി ടോട്ടൽ അസറ്റിന് സെയിം ആയി വന്ന് 2,50,000. സോ ഇനി ഈ ബാലൻസ് ഷീറ്റിലെ എമൗണ്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത് കറന്റ് റേഷ്യോ ആണ്. ഇതാ ഫസ്റ്റ് നമുക്ക് കറന്റ് റേഷ്യോ ആണ് വേണ്ടത്. ഫസ്റ്റ് ഞാൻ കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കറന്റ് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലാബിലിറ്റി അല്ലെ. കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ടോട്ടൽ കറന്റ് അസറ്റ് 80,000 ആണ്. 80,000 ഡിവൈഡ് ബൈ കറന്റ് ലാബിലിറ്റി 50,000 ആണ്. 80,000 ഡിവൈഡ് ബൈ 50,000 1.6 ആണ് എന്റെ കറന്റ് ലാബിലിറ്റി. 1.6 ലെസ് ദാൻ സ്റ്റാൻഡേർഡ് അല്ലെ. ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ആണ്. ഒരു 2 എങ്കിലും വേണമെന്നാണ് ഒരു ഹെൽത്തി കറന്റ് റേഷ്യോ. ലെസ് ദാൻ സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതിയേക്കാം ശരി. ഓക്കെ, ഇനി നമ്മൾ കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് ഇനി സെക്കൻഡറി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ അല്ലെ. ക്വിക്ക് റേഷ്യോന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ. ഇതാണ് ക്വിക്ക് അസറ്റ്സിൽ വരുന്ന ഐറ്റംസ്. അത് ഡിവൈഡഡ് ബൈ കറന്റ് ലാബിലിറ്റി. ക്യാഷ് 10,000 ഉണ്ട്,
10,000 plus marketable securities 20,000 plus 20,000 marketable security plus account receivable 10,000. 10,000 account receivable ഉണ്ട്. സോ ഇത് മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് ക്വിക്ക് അസറ്റ്സ് കിട്ടും. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി എന്നുള്ളത് 50,000 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ 40,000 ഡിവൈഡ് ബൈ 50,000 വരും. സോ 0.8 ആണ് നമ്മുടെ ക്വിക്ക് റേഷ്യോ. ഓക്കെ, അതും ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ആണ്. ഒരു 1 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ലെസ് ദാൻ സ്റ്റാൻഡേർഡ്. ഇനി തേർഡ് റേഷ്യോ നമുക്ക് വേണ്ടത് ക്യാഷ് റേഷ്യോ ആണ്. ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ക്യാഷ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഈ രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. ക്യാഷ് 10,000 ആണ്, പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 20,000 ആണ്, ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ 30,000 ഡിവൈഡഡ് ബൈ 50,000. സോ 0.6 ആണ് നമ്മുടെ ക്യാഷ് റേഷ്യോ. 0.6. ഓക്കെ, ഇതെല്ലാം എല്ലാവർക്കും കിട്ടി. ഇനി ഫോർത്ത് വൺ ആണ് ക്യാഷ് ഫ്ലോ റേഷ്യോ. സോ ക്യാഷ് ഫ്ലോ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ന്യൂമറേറ്റർ ആയിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വേണം. അത് ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇയർ എൻഡ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 35,000 ആണ്, ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി 50,000, അതായത് 70%. 70% ആണ് നമ്മളെ എന്ത്, അതായത് 0.70 മോർ ദാൻ സ്റ്റാൻഡേർഡ് ആണ്. ക്യാഷ് ഫ്ലോ റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് എത്രയായിരുന്നു? ക്യാഷ് ഫ്ലോ റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് പറഞ്ഞേ 0.4. 40% അല്ലെങ്കിൽ 0.4 അല്ലെ. ഇനി ഫിഫ്ത്ത് റേഷ്യോ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. അതിന് മുന്നേ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ കറണ്ട് അസറ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതി. ഇതാ കറണ്ട് അസറ്റ് 80,000 ആണ്, കറണ്ട് ലയബിലിറ്റീസ് 50,000 ആണ്. സോ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാ കറണ്ട് അസറ്റ് 80,000 ആണ്, മൈനസ് കറണ്ട് ലയബിലിറ്റി 50,000 ആണ്. സോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 ആണ്. സോ ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കാണാൻ വേണ്ടി നമുക്ക് സിമ്പിൾ ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 ആണ്, 30,000 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്നുള്ളത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ടോട്ടൽ അസറ്റ്സ് 2,50,000 ആണ്. നമ്മുടെ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും. നമ്മുടെ ഈ 2,50,000 എത്ര പെർസെന്റേജ് ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ബിസിനസിന്റെ ഓപ്പറേഷൻസിന് വേണ്ടി കീപ്പ് ചെയ്യുന്നത്? The 30,000 divided by 2,50,000. 30,000 divided by 2,50,000 ചെയ്താൽ നമുക്ക് 12% കിട്ടും. അതായത് 0.12 അല്ലെങ്കിൽ 12%. ഇതിന് തന്നെ എല്ലാവർക്കും കിട്ടി അല്ലെ? സോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വരാം. ഇതിപ്പോ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ റേഷ്യോസും ഒറ്റ സ്ഥലത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറും, ക്വസ്റ്റ്യൻസിന്റെ രീതി മാറും, എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ പഠിക്കും. ഓക്കെ, 2 മിനിറ്റ് ഉണ്ട്, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അതിൽ പോരായിട്ട് ഞാൻ 1-2 ഹോംവർക്ക് കൂടി തരാം. ഓക്കെ, accounts payable 40,000. Here we go. Accounts payable 40,000. Cash 7,000. Short term loan 60,000.
ഷോർട്ട് ടേം ലോൺ 60,000. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 33,000. Marketable securities 33,000. Inventory 40,000. Inventory 40,000. Total non-current asset 2 lakh. Total non-current asset 2 lakh. Accounts receivable 10,000. Accounts receivable 10,000. Outstanding expense 20,000. Outstanding expense 20,000. Prepaid expense 30,000. Prepaid expense 30,000. Operating cash flow 50,000. Operating cash flow 50,000. ഓക്കെ, ഒന്നുകൂടി സ്പീഡാക്കി വരാം. അക്കൗണ്ട്സ് പേബിൾ 40,000, ക്യാഷ് 7,000, ഷോർട്ട് ടേം ലോൺ 60,000, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 33,000, ഇൻവെന്ററി 40,000, ടോട്ടൽ നോൺ കറന്റ് അസറ്റ് 2 lakh, അക്കൗണ്ട്സ് റിസീവബിൾ 10,000, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് 20,000, പ്രീപെയ്ഡ് എക്സ്പെൻസ് 30,000, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 50,000. സോ നമ്മുടെ റിക്വയർമെന്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, calculate current ratio, comma, quick ratio, 1, 2, 3 എന്നോ കോമ ഇട്ടോ എങ്ങനെ എഴുതിയാൽ മതി. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ, ക്യാഷ് ഫ്ലോ റേഷ്യോ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. സോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 50 അല്ല 60 അല്ല. 50,000 50,000. ഓക്കെ, അതുപോലെ തന്നെ ഇനി 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, ഹോംവർക്ക് ആയിട്ട് അയക്കാം. ഓക്കെ, ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഹോംവർക്ക് ആയിട്ട് അയക്കാം, നിങ്ങൾ ചെയ്തു വന്നാണ്. ഓക്കെ, ഇന്നടുത്ത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ലിക്വിഡിറ്റി റേഷ്യോസ് എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു. 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി ഇതിന്റെ പല ടൈപ്സ് ഓഫ് ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പേർട്ട് ആവണം. ഇതിൽ സ്പീഡ് കൂട്ടണം. നമുക്ക് ഏത് ചില ക്വസ്റ്റ്യൻസ് ചില റേഷ്യോസ് തരും, ഉള്ളതെന്ന് വെച്ച് ഇല്ലാത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും. എല്ലാ റേഷ്യോസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നമുക്ക് ഒരു തയക്കം വരണം MCQ ചെയ്യാൻ. സോ ഒരുപാട് ഇവിടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താലേ MCQ വേഗം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നാളെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഹൈ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ടിവിറ്റി റേഷ്യോസിലേക്ക് പോകാം. നാളെ മേബി തീരണമെന്നില്ല, മറ്റന്നാളെ. ഓക്കെ, സോ ഇന്നടുത്തൊക്കെ പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക. ഇപ്പോൾ തന്നൊരു ക്വസ്റ്റ്യൻ, അതിന്റെ കൂടെ 2 ക്വസ്റ്റ്യൻ കൂടി ഹോംവർക്ക് സാറിന് അയക്കാം. ഓക്കെ, അത് ചെയ്തിട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. നാളെ 8 PM. ഓക്കെ, താങ്ക് യു. Okay, sir. Thank you. Thank you, sir. ഓക്കെ.